നമ്മുടെ വേദപുസ്തകം നമുക്ക് 1 കൊരിന്ത്യർ 7-ാം അധ്യായത്തിലേക്ക് തുറന്നെടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ 7-ാമത്തെ അധ്യായം. നിങ്ങൾ ഇനി ഞാൻ പറയുമ്പോൾ വേദപുസ്തകത്തിലെ വാക്യങ്ങൾ വായിക്കണം. അതിനു മുമ്പ് ഇപ്പോൾ അദ്ദേഹം വായിക്കാനായിട്ട് നിങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കണം എന്ന് ഓർമ്മിക്കുകയാണ്. ഈ അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വിവാഹ ജീവിതം, അതുപോലെ വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങൾ, വിവാഹ ജീവിതവും പ്രേക്ഷിത പ്രവർത്തനവും അതെങ്ങനെ ആണ് കാണുക എന്നുള്ളത്, അതുപോലെ അവിവാഹിതത്വം, സിംഗിൾനെസ്, അതുപോലെ വിവാഹമോചനം, ഇങ്ങനെ ഈ ഇത്യാദി വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്ന വിഷയങ്ങൾ. വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു അധ്യായം. ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എല്ലാം തന്നെ അങ്ങനെ പ്രായോഗികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന അധ്യായങ്ങളുള്ള പുസ്തകമാണ്. ഈ 7-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 1-ാമത്തെ വാക്യം തന്നെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും, നിങ്ങൾ എഴുതി അയച്ച സംഗതികളെ കുറിച്ച് എൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് പൗലോസിന്റെ അഭിപ്രായം ആണ് എന്നല്ല. നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, സൗകര്യമുണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട എന്നുള്ളത് അല്ല അതിന്റെ ആശയം. അതിനെ കുറിച്ചുള്ള വസ്തുത എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ യഥാർത്ഥ തർജ്ജമ എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ എഴുതിയ കാര്യങ്ങളെ കുറിച്ച് എന്നാണ് ഞാൻ മറ്റൊരു തർജ്ജമയിൽ നമ്മൾ കാണുന്നത്. എൻ്റെ കയ്യിൽ 2 തർജ്ജമയുണ്ട്. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ഓവർ ചെയ്ത് ഇത് വായിച്ച് നിങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ ഈ 6-ാമത്തെ അധ്യായം വരെ പൗലോസ് കേട്ട കാര്യങ്ങളാണ്. പൗലോസിന് അവിടെ നിന്ന് കൊരിന്ത്യ സഭയെ കുറിച്ച് പല കാര്യങ്ങളും കേട്ടതിനെ കുറിച്ച്, അവിടെ നടക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് ഉള്ള ബന്ധത്തിൽ പൗലോസ് പരാമർശിക്കുന്ന വിഷയങ്ങളാണ്. കൂട്ടത്തിൽ അവര് പൗലോസിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. അവരുടെ ഇടയിൽ ചില കാര്യങ്ങളെ കുറിച്ച് വല്ലാത്ത സംശയം ഉണ്ടായിരുന്നു. അവർക്ക് അറിയില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അവർക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചും പൗലോസ് ഈ ലേഖനത്തിൽ പരാമർശം നടത്തുകയും അവരെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ 7-ാമത്തെ അധ്യായത്തിൽ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി അവര് പൗലോസിനോട് വിവാഹ സംബന്ധമായ ചില കാര്യങ്ങൾ എഴുതി ചോദിച്ചു. ഒരുപക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ വിവാഹം കഴിക്കുന്നത് നല്ലതാണോ, അവിവാഹിതനായിട്ടാണോ തുടരുന്നത് നല്ലത്, വിവാഹ മോചനത്തെ കുറിച്ച് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പൗലോസിനോട് എഴുതി ചോദിച്ചതിനോടുള്ള ബന്ധത്തിൽ, ചോദിച്ച കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ മാത്രമുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ അധ്യായത്തെ കാണേണ്ടത്. വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ദൈവശാസ്ത്രം ഇതെല്ലാം അവിടെ ഇല്ല. ഈ 7-ാമത്തെ അധ്യായത്തിൽ വിവാഹവും കുടുംബജീവിതവും വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട സകല കാര്യങ്ങളും ഇല്ല. പക്ഷേ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ഈ അധ്യായത്തെ എഴുതി ചോദിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു പ്രതിപാദനം, ഒരു സൂചിക മാത്രമാണ് അവിടെ ഉള്ളത്. വിവാഹം, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ കടപ്പാടുകൾ, ഉത്തരവാദിത്തങ്ങൾ, അങ്ങനെ ഒട്ടനവധി ദൈവശാസ്ത്രപരമായിട്ടുള്ള മറ്റ് വിഷയങ്ങൾ പൗലോസിന്റെ തന്നെ മറ്റ് ലേഖനങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ നമ്മൾ ഇന്ന് പഠിക്കുവാൻ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് ഈ 7-ാം അധ്യായത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൽ മാത്രം പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കാനാണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വിവാഹ ജീവിതത്തെക്കുറിച്ചും കുടുംബജീവിതത്തെക്കുറിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പല വിധത്തിലുള്ള സങ്കല്പങ്ങൾ, പല ചിന്താഗതികൾ, ആശയങ്ങൾ, ജീവിത രീതികളൊക്കെ നമ്മുടെ ഇടയിൽ ഉണ്ട്. നമുക്കത് കാണുവാനായിട്ട് കഴിയുന്ന ഒന്നാണ്. വിവാഹം പോലും ആവശ്യമില്ല, വിവാഹ ജീവിതം ആവശ്യമില്ല, കുടുംബജീവിതം ആവശ്യമില്ല, ഭാര്യ ഭർത്തൃ ബന്ധം എന്നൊക്കെ പറയുന്നത് ആരൊക്കെയോ ഉണ്ടാക്കിയ കുറെ നിയമങ്ങളും ചട്ടക്കൂടുകളുമാണ്. അങ്ങനെയൊന്നുമില്ല, അതിന്റെ ആവശ്യമില്ല എന്നുള്ള നിലവാരത്തിലും ചിന്തയിലും ജീവിക്കുകയും ഇഷ്ടപ്പെട്ടവരോടൊപ്പം ഇഷ്ടമുള്ള കാലത്തോളം ജീവിക്കുക, അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് ആണ് ഇപ്പോഴത്തെ സമൂഹം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ ആളുകൾ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോ നമുക്ക് ഈ പുസ്തകത്തിലേക്ക് നമുക്ക് വന്നിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. കൊരിന്ത്യ ലേഖനത്തിന്റെ പ്രധാന പ്രമേയ വിഷയം എന്താണ്?
അല്ലെങ്കിൽ കൊരിന്ത്യർ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ നമ്മളോട് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ആരാ പറഞ്ഞേ? ഒന്നുകൂടെ പറഞ്ഞേ. അതൊന്ന് അതെ, ഓക്കെ. ഏതായാലും ആ ആശയം അകത്തുണ്ട്. നിങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ദൈവവചനം സംസാരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ അതെല്ലാം മറന്നുപോയി. നിങ്ങളുടെ മറവിയെ ഞാൻ സാരമാക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സങ്കടം ഉണ്ടാക്കുന്നില്ല. മറവി എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമായതുകൊണ്ട് ഓർമ്മിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ളത് കൊണ്ട് ഞാൻ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മറക്കാതിരുന്നാൽ നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒന്നും കൂടി പറയുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിലൂടെ പൗലോസ് അപ്പോസ്തലൻ സഭയെയും വിശ്വാസികളെയും പ്രബോധിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജ്ഞാനം മനുഷ്യരുടെ ജ്ഞാനത്തെക്കാൾ ഏറെ നല്ലതാണ്. ദൈവത്തിന്റെ ചിന്താഗതി, ദൈവത്തിന്റെ ആശയങ്ങൾ, ദൈവത്തിൻ്റെതായ പഠിപ്പിക്കലുകൾ മനുഷ്യരുടെ എല്ലാ ആശയങ്ങളെക്കാളും ചിന്താഗതികളെക്കാളും പഠിപ്പിക്കലുകളെക്കാളും ഏറ്റവും ഉന്നതമായത് ഒന്നാണ്. അങ്ങനെ ആ ദൈവത്തിന്റെ ജ്ഞാനം നിങ്ങൾ ജീവിതത്തിന്റെ സകല മേഖലകളും സ്വീകരിക്കുക. ദൈവം പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അത് ദൈവം പറയുകയാണ്, അത് സഭയോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളായാലും, ഇനി ഇന്ന് ഈ അധ്യായത്തിലൂടെ ചിന്തിക്കാൻ പോകുന്ന കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള കാര്യങ്ങളായാലും, അവിടേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ദൈവം പറയുകയാണ് കുടുംബ ജീവിതത്തെ കുറിച്ച്, വിവാഹ ജീവിതത്തെ കുറിച്ച് ദൈവത്തിന്റെ ആശയമാണ് ഏറ്റവും നല്ലത്. ദൈവത്തിന്റെ ജ്ഞാനമാണ് ഏറ്റവും മേൽത്തരമായത്, ഉന്നതമായത്. അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് വേറൊരു തത്വചിന്താപരമായിട്ടുള്ള ഒരു കാര്യം കൂടി പൗലോസ് പറയുന്നുണ്ട്, അല്ലെ? ഇനി ദൈവത്തിന്റെ ഭോഷത്വമായി പറഞ്ഞ കാര്യങ്ങളും മനുഷ്യന്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനത്തെക്കാളും നല്ലതാണ് എന്നുകൂടി താൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഈ അധ്യായത്തിലല്ല, നമ്മൾ ആരംഭത്തിൽ വായിക്കുന്ന അധ്യായങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്കപ്പോൾ ഈ അധ്യായത്തിലേക്ക് കേന്ദ്രീകരിച്ചു വരാം. ഇനി ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന ഈ ഇന്നത്തെ ചിന്താവിഷയത്തിന് ഒരു തലക്കെട്ട് കൊടുത്താൽ വിവാഹ ജീവിതവും ആത്മീയതയും എന്നുള്ളതാണ്. വിവാഹ ജീവിതവും ആത്മീയതയും എന്നുള്ള ഒരു തലക്കെട്ടോട് കൂടിയാണ് നമ്മളിത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഈ അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനി വായിച്ചാൽ എന്നൊക്കെ ഞാൻ ആ പ്രയോഗങ്ങൾ അങ്ങനെ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതില് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ചില വാക്യങ്ങൾ ഈ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. 7-ാം അധ്യായം ഞാൻ ആ വാക്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുന്നതേ ഉള്ളൂ. ആ വാക്യങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല. ഇന്നത്തേതുകൊണ്ട് ഈ അധ്യായം ഞാൻ അവസാനിപ്പിക്കുകയില്ല. അടുത്ത ഒരു സന്ദേശം കൂടി ഇതിനോടുള്ള ബന്ധത്തിൽ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യത്തിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്ത് നിർത്തും. ബാക്കി അതിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്, അത് അടുത്ത പ്രാവശ്യം ഫോക്കസ് ചെയ്ത് നമ്മൾ 7-ാമത്തെ അധ്യായം അവസാനിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒറ്റ വായനയിൽ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ തന്നെ സംശയം ഉണ്ടാകാനോ മനസ്സിലാക്കാനോ പ്രയാസമുള്ള ചില വാക്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അത് 7-ാം അധ്യായം 12-ാമത്തെ വാക്യം, 14-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം, 25-ാമത്തെ വാക്യം, 29-ാമത്തെ വാക്യം, 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഒന്നുകൂടി പറയാം. 7-ാം അധ്യായത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. 12-ാം വാക്യം, 14-ാം വാക്യം, 16-ാം വാക്യം, 25-ാം വാക്യം, 29-ാം വാക്യം, 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളൊക്കെ ഒറ്റ വായനയിൽ ചിലർക്ക് അത് എന്താണ് അങ്ങനെ സംശയം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രറ്റീവ് പ്രോബ്ലത്തിന്, ഒരു വ്യാഖ്യാനത്തിന് അല്പം പ്രയാസമുള്ളതാക്കിയായിട്ടോ അനുഭവപ്പെടാവുന്ന വാക്യങ്ങളാണ്. ആ വാക്യങ്ങളെ ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. അടുത്ത ആഴ്ചയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇത് ഒരു സ്റ്റഡി ടൈപ്പിലുള്ള പ്രസംഗമാണെങ്കിലും ഇത് ഒരു ബൈബിൾ ഡിഫിക്കൽറ്റീസ് കൈകാര്യം ചെയ്യാനുള്ള സമയമല്ല. അതിന് നമുക്ക് മറ്റ് സമയങ്ങളുണ്ടാകും. അതുകൊണ്ട് എൻ്റെ ഇവിടുത്തെ പ്രസംഗങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകത നിങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇതൊരു പ്യുവർ ആയിട്ടുള്ള തിയോളജിക്കൽ ടീച്ചിങ്ങിലൂടെ അല്ല. പ്യുവർ തിയോളജിയാണ് ഞാൻ പറയുന്നത്. കേവലം ഒരു ബൈബിൾ ടീച്ചിങ് മാത്രമായിട്ടല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പാസ്റ്റോറൽ കോൺസെപ്റ്റിലൂടെയുള്ള ഒരു പാസ്റ്റോറൽ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് ആണ് ഞാൻ നിങ്ങൾക്ക് നടത്തുന്നത്. അപ്പോൾ അതിൽ മാത്രം അടങ്ങിയിരിക്കുന്ന തിയോളജിയെ ഉണ്ടാകുകയുള്ളൂ. എന്താണ് പാസ്റ്റോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അർത്ഥം ഒരു ഇടയൻ തന്റെ ആടുകൾക്ക് ആവശ്യമായ
ആ ഭക്ഷണം കൊടുക്കുന്ന രീതിയിലൂടെയുള്ള മാത്രമുള്ള അതിന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് പ്രായോഗികതകളും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ടായിരിക്കും കൂടുതൽ പോകുന്നത്. ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത് പോലെയുള്ള ഡീപ്പായിട്ട് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഡീപ്പ് കിട്ടാതിരിക്കുന്നില്ല. അങ്ങനെ ആഴത്തിലേക്ക് അതിന്റെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് പോകാനുള്ള സമയമില്ല. അതുകൊണ്ട് ഞാൻ പാസ്റ്റോറൽ പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ് എന്നുള്ള നിലയിൽ പറഞ്ഞിട്ട് ഓക്കെ. അപ്പൊ നമുക്ക് വിവാഹ ജീവിതവും ആത്മീയതയും എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ അധ്യായത്തിലെ ചില കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വിവാഹം ഒന്നാമത് നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു പ്രിലിമിനറി ചില പ്രഥമമായ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എഴുതിയെടുക്കുന്നവർക്ക് എഴുതിയെടുക്കാം, അല്ലാത്തവര് ഓർമ്മശക്തി ഉള്ളവർ നിങ്ങളുടെ ഓർമ്മയിൽ നന്നായിട്ട് സൂക്ഷിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. വിവാഹം ആരൊക്കെ തമ്മിലാകണം എന്ന് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നമുക്ക് എല്ലാവർക്കും അതിനൊരു മറുപടിയുണ്ട്. വേദപുസ്തകം വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളായ വിശ്വാസികളായ നാം എല്ലാവരും ഉറക്കെ പറയുന്ന കാര്യമാണ് വിവാഹം ഒരു പുരുഷനും സ്ത്രീയും തമ്മിലായിരിക്കണം. അതാണ് വേദപുസ്തകം എല്ലാ കാലത്തും മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അല്ലാതെ ഒരു പുരുഷനും തമ്മിലോ, ഒരു സ്ത്രീയും തമ്മിലോ, ഒരു പുരുഷനും മൃഗവും തമ്മിലോ, അല്ലെങ്കിൽ സ്ത്രീയും മൃഗവും തമ്മിലോ അല്ല. ഒരു പുരുഷനും ഞാൻ ബ്ലസിച്ചിരിക്കുകയാണ് ഒരു മൃഗം എന്നൊക്കെ പറയാനായിട്ട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നാടുകളിൽ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ അങ്ങനെയും കല്യാണം കഴിക്കുന്ന പ്രകൃതവും ആചാരങ്ങളും ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം എന്താ പറയുക, നമ്മൾക്ക് അസ്വാഭാവികതകൾ കൊണ്ട് നിറയുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ വേദപുസ്തകം ഒരു വിവാഹ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ആ വിവാഹ ബന്ധത്തിൽ ഏർപ്പെടേണ്ടവർ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിൽ ആയിരിക്കണം. ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ളതാണ് എന്നും വേദപുസ്തകത്തിലെ മാനദണ്ഡം എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പഠിപ്പിക്കൽ എന്നുള്ളത്. ഒരു പുരുഷനും ഒത്തിരി സ്ത്രീകളും എന്നുള്ളതല്ല, ഒരു സ്ത്രീയും ഒത്തിരി പുരുഷന്മാരും എന്നുള്ളതല്ല. ഒരു സമയത്ത് ഒരു പുരുഷന് ഒരു സ്ത്രീ. ഓക്കെ, അതാണ് അത്. അപ്പൊ ഞാൻ പറയുന്ന വാചകം കുറച്ചും കൂടി ഡീപ്പായിട്ടുള്ള ഒരു തിയോളജി, ദൈവശാസ്ത്രം ഉണ്ട്. ഒരു സമയത്ത് ഒരു സ്ത്രീ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിനെന്തോ ഒരു വിശദീകരണം ആവശ്യമുണ്ട് അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണെന്ന് നിങ്ങൾക്ക് താഴത്തേക്ക് ചെല്ലുമ്പോൾ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലാണ് വിവാഹം പാടുള്ളൂ എന്നുള്ളത് 7-ാം അധ്യായം 1-ാമത്തെ വാക്യം. അഥവാ പുരുഷനും സ്ത്രീയും തമ്മിലാണ് വിവാഹം പാടുള്ളൂ. ഓക്കെ, അവിടെ വാക്യം നോക്കണേ, പുരുഷനും സ്ത്രീയും എന്നുള്ളതാണ്. അല്ലാതെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരു എന്താ ആ വാക്കിലൂടെ എന്താ നമുക്ക് മനസ്സിലായത്? പുരുഷനും സ്ത്രീയും എന്ന് നമ്മളിപ്പോ ഈ സ്ത്രീ എന്ന് ഈ കൊച്ചിനെ നോക്കി പറയോ? അല്ലെങ്കിൽ ആശാറിനെ നോക്കിയിട്ട് പുരുഷൻ എന്നിപ്പോ പറയാറായോ? 15 വയസ്സായെങ്കിലും നമ്മള് പുരുഷൻ എന്ന് പറയോ? ഇല്ല അല്ലേ? പിന്നെ എന്താ നമ്മള് അപ്പൊ പുരുഷൻ സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി അതിനും പ്രത്യേകിച്ച് ഒരു ലിഖിത നിയമമില്ല. അതിനും പ്രത്യേകിച്ച് ഒരു ലിഖിത നിയമം ഇല്ല. അപ്പോൾ പുരുഷനും സ്ത്രീയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതത് രാജ്യത്തിന്റെ ഭരണഘടന അല്ലെങ്കിൽ ഏത് സംസ്കാരത്തിലാണോ രാജ്യം പൊതുവെ അംഗീകരിച്ചിട്ടുള്ള ഒരു സംസ്കാരം, അത് ഭരണഘടനാപരമായിട്ട് അംഗീകരിച്ച സംസ്കാരം, ആ സംസ്കാരത്തിൽ ഒരു വ്യക്തിക്ക് വിവാഹപ്രായം ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന ആ പ്രായത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആ പ്രായം എന്നുള്ളതാണ് പുരുഷൻ സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ അതെത്രയാണ്? ഒരു സ്ത്രീക്ക്, ആശാൻ അത് കാണാതെ പഠിച്ചിരിക്കുകയാണ്, എന്നാൽ കൃത്യമായിട്ട് ആശാൻ അറിയാം, 18 എന്നുള്ളതാണ് പെൺകുട്ടികളുടെ പ്രായം ആയിരുന്നത്. ഇപ്പോൾ അത് റിവോക്ക് ചെയ്തോന്ന് എനിക്കറിയില്ല. അത് റിവോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് മാറ്റിയോ എന്ന് എനിക്ക് ഉറപ്പില്ല. അത് മാറ്റിയോന്ന് നിങ്ങൾക്ക് അറിയാമോ? മാറ്റിയിട്ടില്ല. അതിന്റെ ഡിസ്കഷൻസ്, അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം കരുതാനായിട്ട്. ഏതായാലും നമ്മൾ കേട്ട് പരിചയമുള്ള അത് തന്നെ നമുക്കിപ്പോൾ എടുക്കാം. എന്താണ് ഇന്ത്യയിലെ വിവാഹ പ്രായം എന്ന് പറയുന്നത്? ഒരു സ്ത്രീക്ക് 18 വയസ്സും അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സും പുരുഷന് 21 വയസ്സും. ഇനി അതിൽ കൂടി പറയാം, ആണിന്റെ 21 വയസ്സിന്റെ മെച്യൂരിറ്റി 18 വയസ്സുള്ള പെൺകുട്ടിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ആ ഏജ് ഡിഫറൻസ് അങ്ങനെ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 വയസ്സുള്ള പ്രായമുള്ള എന്റെ പക്വത 47 വയസ്സ് വരെ എത്തണ്ട സ്മിതയ്ക്ക് ആ പക്വത എത്താൻ.
സ്മിതയ്ക്ക് 43 വയസ്സ് വരെ എത്തിയാൽ മതി. 47 വയസ്സിൽ കിട്ടിയ പക്വത, അറിവ് അല്ലെങ്കിൽ ആ പക്വതയുണ്ടല്ലോ, അത് സ്മിതയ്ക്ക് എപ്പോൾ കിട്ടും? 47 ആകുന്നതിന് 3 വർഷം മുമ്പേ കിട്ടും. അത് ശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ് എന്നുള്ളത് അറിയുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ സന്ദർഭമായിട്ട് അങ്ങ് പറഞ്ഞു എന്നുള്ളൂ. ഇത് ദൈവശാസ്ത്രമൊന്നുമല്ല, ഇതൊരു ശാസ്ത്രീയതയെ ആ രീതിയിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് സാംസ്കാരിക പണ്ഡിതന്മാരും ആന്ത്രോപോളജിസ്റ്റുകളും ആ ഒരു ഏജ് വെച്ചിരിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അത് തർക്ക വിഷയമാണ്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെട്ട് അസ്വസ്ഥതപ്പെട്ട് പാസ്റ്റർ പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ നിവൃത്തിയില്ല, അങ്ങനെയല്ല, ഇതൊന്നും പറഞ്ഞിരിക്കേണ്ട, അത് അതിന്റെ വഴിക്ക് വിട്ടേക്ക്, അത് എത്രയെങ്കിലും ആകട്ടെ. ഓക്കെ, അപ്പൊ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇന്ത്യയുടെ പ്രായമാണ് പറഞ്ഞത്. ഇനി മറ്റു ചില മുസ്ലിം രാജ്യങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ 18 എന്നുള്ളത് ചിലപ്പോ 12, 13, 16, 15 ഒക്കെ ആകാം. അപ്പോൾ ഒരു നമ്മുടെ രാജ്യത്തിന്റെ നിയമം പോലെ ആകണമെന്നില്ല മറ്റൊരു രാജ്യത്ത് എന്നുള്ളത് അറിയുക. ഏതായാലും ഒരു പുരുഷനും സ്ത്രീയും തമ്മിലാണ് ബാല്യ വിവാഹം, അല്ലെ? അങ്ങനെയല്ല നമ്മൾ ശൈശവ വിവാഹം വേദപുസ്തകം ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുകയോ അത് പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലാണ് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാവുള്ളൂ എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. നിങ്ങൾ ഈ 7-ാം അധ്യായം 1-ാമത്തെയും 2-ാമത്തെയും 3-ാമത്തെയും 13-ാമത്തെയും വാക്യങ്ങൾ വായിച്ചാൽ ഓരോരുത്തന്, സ്ത്രീക്ക്, അവൻ, അവൾ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിന്റെ അർത്ഥം പുരുഷനും സ്ത്രീയും തമ്മിലായിരിക്കണം. ജെൻഡർ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പുരുഷനും അല്ല, സ്ത്രീയുമല്ല, പുരുഷനും സ്ത്രീയും. പുരുഷനും സ്ത്രീയും എന്നുള്ളതിനെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ കണ്ടു. അത് വിവാഹ പ്രായമെത്തിയ അനുവദനീയമായ ഒരു പ്രായത്തെ ആണ് അത് കാണിക്കുന്നതെന്നും നമ്മൾ കണ്ടുകയുണ്ടായി. ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് ചുരുങ്ങി നമ്മുടെ ഇതിലേക്ക് വരാം. ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിക്കുമ്പോൾ ഇതും ബാധകമാണ്. പുരുഷനും സ്ത്രീയും തമ്മിലായിരിക്കണം എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഏതെങ്കിലും ഒരു പുരുഷനും ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിക്കാനല്ല വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതും ഈ പുസ്തകം ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7-ാം അധ്യായം 39-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കൂ. 7-ാം അധ്യായം 39-ാമത്തെ വാക്യം. ആ വാക്യത്തിൽ നിന്ന് ഒരു പ്രിൻസിപ്പിൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ വാക്യത്തിന്റെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പിന്നാലെ മറ്റൊരു സമയത്ത് നോക്കാം. 39-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിക്കുക. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് മരിച്ചുപോയാൽ തനിക്ക് മനസ്സുള്ളവനുമായി വിവാഹം ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാം. ഓക്കെ, പോയിന്റ് നമ്പർ 1. ഒരു ക്രിസ്ത്യാനി വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ ക്ലോസ് നമ്പർ 1, നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ ക്ലോസ് നമ്പർ 1, ഒന്നാമത്തെ ക്ലോസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെ, ഒരു സ്ത്രീയാണെങ്കിൽ ഒരു പുരുഷനെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ത്രീയുമായിട്ട് അല്ലെങ്കിൽ ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് വിവാഹം കഴിക്കാം. വേദപുസ്തകം അതിന് യാതൊരു റെസ്ട്രിക്ഷൻ വെക്കുന്നില്ല. എങ്ങനെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൊക്കം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തലമുടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി, അതാണ് അതിന്റെ അർത്ഥം. നിങ്ങൾക്ക് മനസ്സുള്ളവരുമായിട്ട് നിങ്ങൾക്കിടയിലാണ് തീരുമാനം. വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടെ. അവിടെ മാതാപിതാക്കളുടെ നിർബന്ധങ്ങൾക്കോ ചർച്ചിലെ പാസ്റ്ററുടെ നിർബന്ധങ്ങൾക്കോ ഒന്നും, അല്ലെങ്കിൽ അതൊന്നും അവിടെ അത് 2ാം സ്ഥാനമാണ്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്നെയാണ് അവിടെ പ്രാധാന്യം. നിങ്ങളുടെ താല്പര്യത്തിന് തന്നെയാണ്, നിങ്ങളുടെ ചോയ്സിന് തന്നെയാണ്, നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെയാണ് അവിടെ വേദപുസ്തകം പ്രാധാന്യം കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാം. അതാണ് ക്ലോസ് നമ്പർ 1. ക്ലോസ് നമ്പർ 2, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. അടുത്ത എന്താണ്? എന്നാ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കല്യാണം കഴിക്കാം എന്ന് ചോദിച്ചാൽ ഏത് വിശ്വാസത്തിലുള്ള ആളുമായിട്ട് വിവാഹം കഴിക്കാം എന്നതിന് അർത്ഥമുണ്ടോ? ഇല്ല. വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു, കർത്താവിൽ വിശ്വസിക്കുന്നവനുമായിട്ട് മാത്രമേ ആകാവൂ. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, അല്ലെ? എന്താണ്? കർത്താവിൽ വിശ്വസിക്കുന്നവനുമായി, അണ്ടർലൈൻ ദാറ്റ് സ്റ്റേറ്റ്, അണ്ടർലൈൻ ദാറ്റ്, മാത്രമേ ആകാവൂ എന്നുള്ളതാണ് നമ്മളവിടെ കാണുന്നത്.
കർത്താവിൽ വിശ്വസിക്കുന്ന ആളുമായിട്ട് മാത്രമേ വിശ്വാസി വിവാഹം കഴിക്കാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ആകെ വേദപുസ്തകം ആവശ്യപ്പെടുന്ന ഒരു ഘടകം എന്താണ്? ഒരു വിശ്വാസി കല്യാണം കഴിക്കാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ വേദപുസ്തകം മുന്നോട്ട് വെക്കുന്ന ഏക റെസ്ട്രിക്റ്റഡ് പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഒരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ദൈവസഭയിൽ അംഗമായി തുടരുന്ന കർത്താവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും കർത്താവാണ് നിങ്ങളുടെ രക്ഷകനും, യേശുവാണ് നിങ്ങളുടെ രക്ഷകനും കർത്താവും എന്ന് ദൈവമെന്ന് നിങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയുകയും ആ വിശ്വാസത്തിൽ പോവുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയാണ് എങ്കിൽ, നിങ്ങൾ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസ സംബന്ധമായി അതേ കാര്യമുള്ള വ്യക്തിയുമായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവുള്ളൂ. അതുകൊണ്ട് വിവാഹം കഴിക്കാനുള്ള ബാക്കി ഉള്ളവരോടെല്ലാം പറയുന്നു, നിങ്ങൾ ഒരു ഹിന്ദുവിനെയോ ഒരു മുസ്ലിമിനെയോ ഒരു ഒരു നിരീശ്വരവാദിയെയോ ഒരു ആഗ്നേയവാദിയെയോ ഒരു ജൈനമതക്കാരനെയോ ബുദ്ധമതക്കാരനെയോ വിവാഹം കഴിക്കാൻ വേദപുസ്തകം അനുവദിക്കുന്നില്ല. അത് വിശ്വാസിയോടെ പറയണം, ലോകക്കാരോട് പറഞ്ഞ പ്രമാണമല്ല ഇത്. ഇനി വിശ്വാസിയായിരിക്കണമെന്ന് മാത്രമേ വേദപുസ്തകം പറയുന്നുള്ളൂ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറോ ഇഷ്ടമുള്ള വിദ്യാഭ്യാസമോ ഇഷ്ടമുള്ള സാമ്പത്തിക ചുറ്റുപാടുകളോ ഇഷ്ടമുള്ള കുലമോ വർഗമോ വർണ്ണമോ ജാതിയോ ഒക്കെ ആകാം. അത് നിങ്ങളുടെ താല്പര്യത്തിലാണ്. അവിടേക്ക് ആരും കയറി ഇടപെടേണ്ട. അത് ആ വ്യക്തിയുടെ താല്പര്യമാണ്. അതാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ആകെ നിഷ്കർഷിക്കാവുന്നത് നിങ്ങളെ ഈ പാസ്റ്റർമാരെ കൂടി നിങ്ങൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കണം. ഓക്കെ? അല്ലെങ്കിൽ പാസ്റ്റർമാരായ ഞങ്ങൾ പലപ്പോഴും സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം, ഒരു വിവാഹാലോചന വരുമ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കുന്ന മാനദണ്ഡം എന്താണ്? വിശ്വാസിയാണോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ, സ്നാനപ്പെട്ടിട്ടുണ്ടോ, ഒരു സഭയിലെ അംഗത്വമുണ്ടോ, സ്ഥിരമായിട്ടൊരു സഭയിൽ ഒരുമിച്ച് വന്ന് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്രയുമാണ് സഭയ്ക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ, നമുക്ക് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ഇവിടെ കല്യാണം കഴിക്കാൻ പലരുമുണ്ട്. നിങ്ങളോടുള്ള ബന്ധത്തിലും കൂടി പറയുകയാണ്, സഭ അത്രയും നോക്കുകയുള്ളൂ. ഓക്കെ? സഭയ്ക്ക് അത് നോക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് താല്പര്യങ്ങൾ പലതും ഉണ്ടാകാം, പക്ഷെ അത് പറയാൻ അനുവാദമില്ല. കാരണം നിങ്ങളുടേതാണ് വിവാഹം, നിങ്ങളാണ് ഒരുമിച്ച് കഴിയേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും നിങ്ങൾക്ക് ചിന്തിക്കാനും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം തന്നിട്ടുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ കയറി സഭ പോലും ഇടപെടുന്നതിനെ വിലക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഏത് താല്പര്യമുള്ള ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് അപ്പൊ അതിന് വേറെ അത് കണ്ടോ അങ്ങനെ നോക്കി ഇങ്ങനെ നോക്കി ഇതൊന്നും നമ്മൾ പറയാനായിട്ട് നമുക്ക് അനുവാദം ഇല്ലാത്തേ ഉള്ളൂ. അതാ വ്യക്തിയുടെ താല്പര്യം. ഇത് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത് നമ്മുടെ വിവാഹം, നമ്മുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. വിവാഹം കഴിയാത്തവർക്കാണ് ഈ മെസ്സേജിന്റെ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ടുള്ളത്. അങ്ങനെ അത് നിങ്ങൾ പ്രധാനമായിട്ട് എടുക്കുക. ഒന്ന്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ വേദപുസ്തകം അനുവാദം തരുന്നുണ്ട്. ഒറ്റ ക്ലോസ് മാത്രമേ ഉള്ളൂ, ഒറ്റ നിർബന്ധം മാത്രമേ ഉള്ളൂ. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തി ആയിട്ട് മാത്രമേ. അങ്ങനെ അല്ലാത്ത വ്യക്തികളെ വിവാഹം കഴിപ്പിച്ചു തരാൻ സഭ ഒരിക്കലും കൂട്ടുനിൽക്കുകയില്ല, സഭ അതിന് പ്രോത്സാഹിപ്പിക്കുകയില്ല, അത് സഭ ചെയ്തു കൊടുക്കുകയുമില്ല. സഭ അങ്ങനെ നിന്ന് കൊടുക്കാനും പാടുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. വിവാഹം ആരൊക്കെ തമ്മിലാകണം? രണ്ട്, ക്രൈസ്തവർ വിശ്വാസികൾ വിവാഹം കഴിക്കുന്നത് ആരുമായിട്ടാകണം, അതിന്റെ ക്ലോസുകൾ എന്താണെന്ന് നമ്മൾ കണ്ടു. ഇനി വിവാഹത്തിനായതിനു ശേഷം ഇവിടെയാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ സമയം നിന്ന് ചിന്തിക്കേണ്ട ആവശ്യകതയുള്ളത്. വിവാഹ ജീവിതത്തില് വിവാഹത്തിലേക്ക് പ്രവേശിച്ച വിവാഹിതരായ ആളുകള് സ്വീകരിക്കേണ്ട ചില മാനസികാവസ്ഥകളുണ്ട്. അതെന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനി വിവാഹിതരാകാൻ പോകുന്നവർ, ഇവിടെ എല്ലാം നമ്മളെല്ലാവരും ഉൾപ്പെടും. അവര് മനസ്സിൽ കരുതേണ്ട, ചിന്തിക്കേണ്ട, സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയുക. ഒന്നാമത്തത്, വിവാഹം, കുടുംബജീവിതം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലേക്ക് മാത്രം വെച്ചിരിക്കുന്ന ഒരു ദൈവിക സംവിധാനമാണ്. വിവാഹം, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധം, ഇതെല്ലാം എവിടെ കൊണ്ട് തീരും?
എന്നുള്ളത് അറിയുക. എൻ്റെ ഭാര്യ സ്മിതയ്ക്ക് ഇത് ചില സമയത്ത് ഉൾക്കൊള്ളാൻ പ്രയാസമാണ്. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ചേട്ടായി ഇപ്പം നമ്മൾ തമ്മിൽ പരസ്പരം കാണുമ്പോൾ അപ്പൊ ഞാൻ പറയും ഹലോ സിസ്റ്റർ എന്നേ പറയുകയുള്ളൂ. ഓക്കെ, ഇവിടെ ഞാൻ പലതും വിളിക്കുന്നുണ്ട്, പക്ഷെ അവിടെ ചെല്ലുമ്പോ ഇവിടെയോ നല്ല പരിചയമുണ്ടല്ലോ. അത് ഞാൻ അതിശക്തിയായിട്ട് പറഞ്ഞതാണ്. അവിടെ എന്തില്ല, അവിടെ വിവാഹം ഇല്ല, വിവാഹ ജീവിതത്തിന്റെ അവസ്ഥകള്, കുടുംബ ജീവിതം, ഇങ്ങനെയൊന്നും വേദപുസ്തകം നമ്മളെ ഇപ്പൊ തൽക്കാലം പഠിപ്പിക്കുന്നില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് അവിടെ ചെന്നിട്ട് ആലോചിക്കാൻ. തൽക്കാലം നമുക്ക് ഉള്ള വെളിപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾ ദൂതന്മാരെ പോലെയാണ് എന്നുള്ളതാണ് വിവാഹത്തോടുള്ള ബന്ധത്തിൽ യേശുവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്നുള്ളത്. നിങ്ങൾ അവിടെ പറഞ്ഞ ദൂതന്മാർ തമ്മില് ഗബ്രിയേലിന് ഒരു ഭാര്യ അവിടെ ഇരിക്കുന്നുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. മീഖായേലിന് ഒരു ഭാര്യ, അല്ലെങ്കിൽ ഗബ്രിയേലും മീഖായേലും ഒക്കെ ആണാണോ പെണ്ണാണോ ആർക്കറിയാം. ഓക്കെ, ആണായിട്ടൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെയാണ് ദൈവശാസ്ത്രം എന്ന് പറയുന്നത്. അതല്ല ഞാൻ പറയണതെന്ന് പറയാം. ഇപ്പൊ പറഞ്ഞു മനസ്സിലായല്ലോ. അങ്ങനെയുള്ള വിഷയങ്ങൾ സംസാരിക്കുന്നതിനാണ് നമ്മൾ തിയോളജിക്കൽ ഡീപ്പ് സീക്കിങ്. അത് എഐയുടെ കാര്യമല്ല. ഓക്കെ, അപ്പോ അത് അത്രയും പറഞ്ഞു വിട്ടാൽ മതി അല്ലേ? ശരി. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ സംസാരിക്കേണ്ടത്, അവിടേക്ക് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, പാസ്റ്ററൽ ആയിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്താ പറഞ്ഞു വന്നത്, ദൈവം ഈ ലോകത്തിലേക്ക് വെച്ചിരിക്കുന്ന ഒരു സംവിധാനം. എവിടെയാണ് നമുക്ക് വാക്യം കാണുന്നത്? 7:31. ഞാൻ പറയുന്നതിന് വാക്യം കൂടി നിങ്ങൾക്ക് ഉണ്ടാകണമല്ലോ. ഞാൻ ഈ പറയുന്നത് 7:31 വായിച്ചാൽ അതിലൊരു വാചകം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. 7:31 വേഗം വായിച്ചാൽ നമുക്ക് അനുഭവിക്കുന്നവർ അനുഭവിക്കാത്തവരെ പോലെയും ആയിരിക്കണം. അടുത്തത് ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകും. ഇത് ഇവിടുത്തെ ഒരു രൂപമാണ്. ഇത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞേക്കുന്നത്? ഇത് വിവാഹവും കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോണ്ടെക്സ്റ്റിലാണ് ആ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ഒരു ഫോമാണ്, ഇവിടുത്തെ ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ഈ കുടുംബജീവിതം, വിവാഹം എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിന്റെ ഒരു സംവിധാനമാണ്. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളത് അറിയുക. അപ്പോൾ ഈ ലോകത്തിൽ ദൈവം മനുഷ്യർക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയാണ് കുടുംബം, വിവാഹ ജീവിതം എന്നുള്ളത് ഒന്നാമത് കാണുക. രണ്ടാമത്, വിവാഹിതരാകുക എന്ന് പറയുന്നതും വിവാഹിതരാകാതിരിക്കുക എന്ന് പറയുന്നതും ഒരു ദൈവിക വിളിയാണ്. ഓക്കെ, ഞാൻ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിവാഹിതരാകുക എന്നുള്ളതിലേക്കാണ്. ഒരു വ്യക്തി വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, അവൻ കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വിവാഹിതനായിരിക്കുന്നുവെങ്കിൽ, വിവാഹിതയായിരിക്കുന്നെങ്കിൽ, that is actually a calling of God about that person. ആ വ്യക്തിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഒരു വിളിയാണത് എന്ന് വേദപുസ്തകം പറയുന്നു. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, കല്യാണം കഴിച്ചതിലൂടെ ഞാൻ ഒരു മഹാപാപം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. നിങ്ങൾ ഒരു ദൈവിക വിളിയുടെ ഭാഗമായിട്ട് മാറി. നിങ്ങൾ ദൈവം വിളിച്ച ഒരു വ്യവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു. നിങ്ങൾ ഒരു കുടുംബസ്ഥനോ ഒരു കുടുംബിനിയോ ആയിട്ട് മാറി എന്നുള്ളത് ഒരു ദൈവിക വിളിയുടെ ഒരു പൂർത്തീകരണമാണ് നിങ്ങൾക്ക് സംഭവിച്ചത് എന്ന് വേദപുസ്തകം പറയുന്നു. അതാണ് ഒരു വിളിക്കപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്. 7:17, 20, 24 വേഗം വായിക്കും. 7:17, 20, 24 സഹോദരിമാർക്കും വായിക്കാം കേട്ടോ. എന്നാൽ ഓരോരുത്തരെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ ദൈവം വിളിച്ചതുപോലെയും അവനവൻ നടക്കട്ടെ. ഇനി ഇതെല്ലാം നിങ്ങൾ മുകളിലും താഴെയൊക്കെ വായിക്കണം. ഓരോരുത്തരെ കർത്താവ് വിഭാഗിച്ചു കൊടുത്തതുപോലെയും ഓരോരുത്തരെ കർത്താവ് വിളിച്ചതുപോലെയും ഓരോരുത്തരും നടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇനി വായിക്കണോ? 20ാമത്തെ വാക്യം. ഓരോരുത്തരും വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ വസിച്ചുകൊള്ളട്ടെ. നീ ദാസനായി വിളിക്കപ്പെട്ടു. ഓക്കെ, അത് മതി. വായിച്ചു. സ്വതന്ത്രനാകുവാൻ കഴിയുമെങ്കിലും അതിൽ തന്നെ ഇരുന്നു കൊള്ളുക. ദാസനായി കർത്താവിന് വിളിക്കപ്പെട്ടവൻ കർത്താവിന്റെ സ്വതന്ത്രനാകുന്നു. അങ്ങനെ തന്നെ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടവൻ ക്രിസ്തുവിന്റെ ദാസനാകുന്നു. നിങ്ങളെ വിലയ്ക്ക് വാങ്ങി 24ാമത്തെ വാക്യം. സഹോദരന്മാരെ, ഓരോരുത്തൻ വിളിക്കപ്പെട്ട സ്ഥിതിയിൽ തന്നെ ദൈവസന്നിധിയിൽ വസിക്കട്ടെ. വിവാഹ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കൊരിന്ത്യർ ചോദിക്കുകയാണ്, ഈ കല്യാണം കഴിക്കാതെ ഇരിക്കുന്നത് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു നല്ല ആത്മീയതയുടെ ലക്ഷണമൊക്കെ ഉണ്ടോ എന്നൊക്കെ അവർ ചോദിച്ചു കാണണം എന്നുള്ളത് ആ ധ്വനി നമുക്ക് ഈ അധ്യായം വായിച്ചാൽ മനസ്സിലാകും. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം നിങ്ങളെ എങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത്? വിവാഹം കഴിക്കാനാണോ വിളിച്ചിരിക്കുന്നത്? നിങ്ങൾ വിവാഹം കഴിക്കുക. നിങ്ങളെ വിവാഹം കഴിക്കാതിരിക്കാനാണോ ദൈവം നിങ്ങൾക്ക് അത് വിഭാഗിച്ച് തന്ന ആ കൃപ തന്നിട്ടുള്ളത്? നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ തുടരുക എന്നുള്ളതാണ്.
അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടേക്ക് മാത്രം ഒതുങ്ങിയതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഒരു ദൈവം വിഭാഗിച്ച് തന്ന, ദൈവം നിങ്ങൾക്ക് തന്ന ഒരു വിളിയുടെ പൂർത്തീകരണമാണ്. അപ്പൊ കുടുംബജീവിതം, ഞാൻ കല്യാണം കഴിച്ചു, ഇത് മഹാ അപരാധമായി തെറ്റായി പോയി എന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും മാനസികാവസ്ഥ കൊണ്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ മാനസികാവസ്ഥ നിങ്ങൾ മാറ്റുക. കാരണം ഇത് കർത്താവ് ഓരോരുത്തർക്ക് നൽകിയിരിക്കുന്ന ഒരു വിളിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ തലക്കെട്ട് വിവാഹവും ആത്മീയതയും എന്നുള്ളതാണ്. അതിലേക്ക് നമ്മൾ കുറെ കൂടി ആഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ദൈവമാണ് ഓരോരുത്തന് ആ ഒരു കൃപ, ആ ഒരു വരം നൽകിയിരിക്കുന്നത്. വിവാഹം കഴിക്കണോ, വിവാഹം കഴിക്കാതിരിക്കണോ? വിവാഹം കഴിക്കുക എന്ന് പറയുന്നതും ഒരു വരമാണ്, വിവാഹം കഴിക്കാതിരിക്കുക എന്ന് പറയുന്നതും ഒരു വരമാണ്. ഒരാൾക്ക് വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമില്ല, അവനെ വിവാഹം കഴിപ്പിക്കരുത്, അവളെ വിവാഹം കഴിപ്പിക്കരുത്. ഓക്കെ, ഒരാൾക്ക് വിവാഹം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്, ആ അവസ്ഥയാണ് ദൈവമാണ് കൊടുത്തിരിക്കുന്നത്, ആ താല്പര്യമാണ് കൊടുത്തിരിക്കുന്നത്. അവരെ പിടിച്ച് ഒറ്റയ്ക്ക് താമസിപ്പിക്കരുത്, കല്യാണം മുടക്കിപ്പിക്കരുത്, അവർ കല്യാണം കഴിക്കണം. ഓക്കെ, അതാണ് വേദപുസ്തകം പറയുന്നത്. അപ്പോൾ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളെ, ആ വിളിയിൽ തുടരാൻ താല്പര്യമുള്ള ആളുകളെ, ദൈവം കൊടുത്തിരിക്കുന്ന കൃപയിൽ തുടരാൻ താല്പര്യമുള്ള ആളുകളെ നിങ്ങൾ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കരുത്. ഇനി ഏതെങ്കിലും ആവശ്യമില്ലാത്ത കുറെ ചിന്താഗതികൾ കയറി, ഭയം കയറി, അനാവശ്യമായ കുറെ ആശയങ്ങളും കയറി തലയ്ക്ക് പിടിച്ചിരിക്കുന്നതല്ല ഇത്. ഓക്കെ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്ന ദൈവദാസനും, ഈ അടുത്ത ജോൺ സ്റ്റോട്ട് മരിച്ചു എന്നാണ് എന്റെ ചിന്ത. അതുപോലെ എനിക്ക് നേരിട്ട് പരിചയമുള്ള ഏബ്രഹാം കുരുവിള എന്ന് പറയുന്ന ഒരു ദൈവദാസനും, അവരൊക്കെ ദൈവം അവർക്ക് ഗിഫ്റ്റ് ഓഫ് സെലിബസി നൽകിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. ഈ രണ്ട് വ്യക്തികളും തുല്യരായിട്ടാണ് ഞാൻ കണ്ടത്. ജോൺ സ്റ്റോട്ട് അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം എത്രയോ പുസ്തകങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവസഭയ്ക്ക്, ക്രിസ്തീയ സഭയ്ക്ക്, ക്രൈസ്തവ സമൂഹത്തിന് ഈടുറ്റ പുസ്തകങ്ങൾ, ഖാതനായിട്ടുള്ള ഭയങ്കര ഡീപ്പായിട്ടുള്ള തിയോളജി സംസാരിക്കുന്ന, ആഴത്തിൽ ദൈവശാസ്ത്രം പറയുന്ന പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള വ്യക്തിയാണ് ജോൺ സ്റ്റോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് അത് കഴിഞ്ഞത്, അദ്ദേഹം വിവാഹിതനാകാതെ ആ കർത്താവ് തന്നെ ഏൽപ്പിച്ച ആ ശുശ്രൂഷയിൽ, ആ വിളിയിൽ താൻ തുടർന്നു, തന്റെ ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ചു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞത്. എബ്രഹാം കുരുവിള എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ദൈവശാസ്ത്ര മേഖലകളിലും പ്രസംഗ ശാസ്ത്രത്തിലും ഒക്കെ ലോകം ബഹുമാനിക്കുന്ന, വളരെ എന്താ പറയുക, നോക്കിക്കാണുന്ന ഒരു ചെറുപ്പക്കാരനായ, ഒരു മലയാളിയായ ഒരു ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം ദൈവശാസ്ത്രജ്ഞൻ എന്നുള്ളതിനേക്കാൾ ഒരു ബൈബിൾ എക്സ്പോസിറ്റർ, ഒരു ദൈവ വചന പ്രഭാഷകൻ. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്, പക്ഷെ അമേരിക്കയിൽ സിറ്റിസൺഷിപ്പ് എടുത്ത് അദ്ദേഹം ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു ത്വക്ക് രോഗ വിദഗ്ധനാണ്. അദ്ദേഹം പറയുന്നത്, I am married to the eternal bride of Christ. അങ്ങനെ എന്തൊരു വാചകമാണ്, I am an eternal bride of Christ. I am married to ഇങ്ങനെ അദ്ദേഹം ഒരു പ്രയോഗമുണ്ട്, ഞാൻ മറന്നു പെട്ടെന്ന് അദ്ദേഹത്തിന്റെ വാചകങ്ങൾ ഞാൻ ഓർക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ക്രിസ്തുവിന് വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എൻ്റെ ബന്ധം സഭയുമായിട്ടാണ്, ഇങ്ങനെയൊക്കെ ഒരു രീതിയിൽ പറയുന്നത്. എന്ന് പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിക്കാതെ സെലിബസി ആണ് അദ്ദേഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന വരം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഇതുപോലെ ധാരാളം പുസ്തകങ്ങൾ, ഈടുറ്റ പുസ്തകങ്ങൾ, കാതലായ പുസ്തകങ്ങൾ, കമന്ററികൾ എഴുതിക്കൊണ്ട് ദൈവസഭയ്ക്ക് താൻ ഇന്ന് പ്രയോജനപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അത് അദ്ദേഹത്തിന് കഴിയുന്നതിന്റെ കാരണം ആ വരം തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അല്ലാതെ ചുമ്മാ കല്യാണം കഴിക്കാൻ എനിക്ക് പേടിയാണ്, കാരണം കഴിക്കുന്നവരൊക്കെ ഡൈവോഴ്സ് ചെയ്യുകയാണ്, കല്യാണം കഴിക്കുന്നവരൊക്കെ അടിയാണ്, പിടിയാണ്, തൊഴിയാണ്, അതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചാൽ എങ്ങനെയൊക്കെയാണ് എന്നും പറഞ്ഞ് അനാവശ്യമായ ഭയങ്ങളും ചിന്താഗതികളും ആശയങ്ങളൊക്കെ തലയ്ക്ക് എറിയിക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റുക. അത് നിങ്ങളുടെ തെറ്റായ തോന്നലാണ്. അതൊക്കെ നമുക്കിവിടെ തൽക്കാലം വേഗം ഒന്ന് നോക്കാം. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ദൈവത്തിന്റെ ഒരു വിളിയുടെ പൂർത്തീകരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നടത്തിയിരിക്കുകയാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നത് മാത്രമല്ല ദൈവിക വിളി, വിവാഹം കഴിക്കുന്നതും ദൈവത്തിന്റെ വിളിയുടെ ഭാഗമാണ്. കാരണം ദൈവം അങ്ങനെ കൂടിയ സംവിധാനം ചെയ്തിരിക്കണേ. ദൈവം എല്ലാവരെയും വിവാഹം കഴിക്കാത്തവരായിട്ടിരിക്കട്ടെ എന്നുള്ള ആഗ്രഹമുണ്ടോ? ദൈവമാണ് വിവാഹത്തിന്റെ സ്ഥാപകൻ, കുടുംബ ജീവിതത്തിന്റെ ഉപജ്ഞാതാവ് ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നു, നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്.
അതുകൊണ്ട് ഒരാൾ കല്യാണം കഴിക്കുന്നത് ദൈവത്തിന്റെ വിളിയുടെ ഒരു പൂർത്തീകരണം ആണ് എന്നുള്ളതാണ് കാണുന്നത്. ഇനി നമ്മളിപ്പോ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വിവാഹ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വിവാഹിതരാകുമ്പോൾ നാം എല്ലാവരും സ്വയം അറിയേണ്ട, സ്വീകരിക്കേണ്ട കുറച്ച് മാനസികാവസ്ഥകളുണ്ട്. അതിലൊന്ന് നമ്മൾ കണ്ടു, ഇത് ഈ ലോകത്തിൽ മാത്രമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ കണ്ടു, ഇതൊരു ദൈവിക വിളിയാണ്. ഞാൻ ദൈവത്തിന്റെ വിളിയുടെ ഭാഗമായിട്ട് ഞാൻ ആയിരിക്കുകയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി കുറച്ചും കൂടി നമ്മൾ അല്ലാത്ത കാര്യത്തിലേക്ക് കൂടി പ്രവേശിക്കുക. വിവാഹം കഴിഞ്ഞിരിക്കുന്ന ആളുകൾ പരസ്പരം ചിന്തിക്കണം, ഞാന് മറ്റൊരാളുടെ സ്വന്തമായി മാറിയിരിക്കുന്നു. മറ്റൊരാളുടെ സ്വന്തമായിട്ട് മാറിയിരിക്കുകയാണ്. ഭാര്യയും ഭർത്താവും അങ്ങനെ തന്നെ ചിന്തിക്കണം. ഭാര്യയും ഭർത്താവും ഇതേപോലെ ചിന്തിക്കണം. ഭാര്യ മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല, ഭർത്താവ് മാത്രം ചിന്തിക്കേണ്ട കാര്യമല്ല. 7:2 7:2 എന്താ നമ്മൾ കാണുന്നത്? 7:2 നമ്മൾ കാണുന്നത് ഓരോരുത്തരും സ്വന്തം ഭാര്യയും ഓരോരുത്തർക്ക് ഉണ്ടായിരിക്കട്ടെ എന്നുള്ളതാണ്. ഓരോരുത്തന് സ്വന്തം ഭാര്യ, സ്വത്ത് ഭാര്യ, എന്റേത് എന്നുള്ളതിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്. അവിടെ നിങ്ങളൊരു ബന്ധം കാണുന്നുണ്ടോ? നിങ്ങൾ മറ്റൊരാളുടെ സ്വന്തമായി മാറുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ മറ്റൊരാളുടെ സ്വത്തായി മാറുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും. ഇവിടെ കുറെ ആളുകൾ ഒരു മതം പഠിപ്പിക്കുന്നത് ഭർത്താവിന്റെ സ്വത്താണ് ഭാര്യ എന്നുള്ളതാണ്. അത് മാത്രം, അങ്ങനെ മാത്രമല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഭാര്യയുടെ സ്വത്തും കൂടിയാണ് ആര്? ഭർത്താവ്. അപ്പൊ ഭാര്യയും ഭർത്താവും എന്തായി മാറി? മറ്റൊരാളുടെ സ്വന്തമായി മാറി. അപ്പൊ അതെന്താണെന്ന് നമുക്ക് കുറച്ചും കൂടി താഴത്തേക്ക് മുമ്പ് മനസ്സിലാക്കും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളുടെ ആണ്, ഞാൻ മറ്റൊരാളുടെ ആണ്. അതാണ് അതിന്റെ അർത്ഥം. ഞാൻ മറ്റൊരാളുടെ ആണ് എന്നുള്ളതാണ് അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത മാനസികാവസ്ഥ എന്ന് പറയുന്നത്, അങ്ങനെ വിവാഹത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും, വിവാഹിതരായവരെല്ലാവരും ഒരു അധികാരത്തിന്റെ കീഴിലേക്ക് വരികയാണ്. അധികാരത്തിന്റെ കീഴിലേക്ക് വരികയാണ്. അപ്പൊ നിങ്ങൾ സാധാരണ കേൾക്കുന്നത് ഭാര്യ ഭർത്താവിന്റെ അധികാരത്തിന്റെ കീഴിലേക്ക് വന്നു എന്നല്ലേ? പക്ഷെ വേദപുസ്തകം അങ്ങനെ മാത്രമല്ല പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ല നമ്മുടെ ആളുകൾ പലപ്പോഴും ഒറ്റ കണ്ണോടെയാണ് നോക്കുന്നത്. 2 കണ്ണും തുറന്നു നോക്കാറില്ല. മനസ്സിലായില്ല? കണ്ണ് ഇങ്ങനെ തുറന്നു നോക്കണം, അവിടെ ഭർത്താവും കൂടെ ഉണ്ടെന്നുള്ളത്. നമ്മളിങ്ങനെ എന്ത് ചെയ്യാണ്? നമ്മൾ ഒറ്റ നോട്ടമുള്ളൂ. പുരുഷന്മാർ നോക്കുമ്പോൾ പുരുഷ കേന്ദ്രീകൃതമായിട്ട് ബൈബിൾ നമ്മൾ വായിക്കും. സ്ത്രീകൾ നോക്കുമ്പോൾ സ്ത്രീ കേന്ദ്രീകൃതമായിട്ട് നമ്മൾ വായിക്കും. ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫെമിനിസ്റ്റുകളും മെന്നിസ്റ്റുകളും. അങ്ങനെ വാക്കുണ്ടോ? ഇല്ല, ഞാനത് പറയുകയാണ്. ഓക്കെ. ഓ ഷോവിനിസ്റ്റ്. ഓ താങ്ക് യു. നിങ്ങളൊക്കെ ക്ലാസിക് പീപ്പിൾ. ഓക്കെ, അത് അറിയായിരുന്നു, പക്ഷെ ചിന്തയിലേക്ക് വന്നില്ല. മെയിൽ ഷോവിനിസ്റ്റ്, റൈറ്റ്? ഓക്കെ. അപ്പോ അങ്ങനെ വരുന്നത് എന്തുകൊണ്ടാണ്? ആ കണ്ണിലൂടെ മാത്രം നോക്കുന്നതാണ്. വേദപുസ്തകം അങ്ങനെയല്ല എഴുതിയേക്കുന്നത്. അതുകൊണ്ടാണ് വേദപുസ്തക സാഹിത്യത്തെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടത്. അപ്പോ എന്താണ് ഞാനും നിങ്ങളും വിവാഹിതരായിരിക്കുന്ന ഓരോ വ്യക്തികളും, ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ഒരു അധികാരം നിങ്ങളുടെ മേലുണ്ട് എന്നുള്ളത് ഭർത്താവ് മനസ്സിലാക്കണം. ഭാര്യയാണെങ്കിൽ എന്താണ് മനസ്സിലാക്കണം? ഭർത്താവ് എന്ന് പറയുന്ന ഒരാളുടെ അധികാരം നിങ്ങളുടെ മുകളിലുണ്ട് എന്ന് മനസ്സിലാക്കണം. നമ്മൾ സാധാരണ കേൾക്കുന്നത് എങ്ങനെയാ? ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അത് അങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെയാണ്. പക്ഷെ മറ്റൊരു കാര്യം കൂടി വേദപുസ്തകം പറയുന്നുണ്ട്. നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിനെന്ന് ആ പറയണ വാക്യത്തിന്റെ തൊട്ട് മുകളിൽ എവിടെയുണ്ട്? എഫെസ്യർ ലേഖനം 5:21 പറയുന്നുണ്ട്. നമ്മൾ വാക്യം വായിക്കുമ്പോൾ 5:22 വരെ വായിക്കുകയുള്ളൂ. പക്ഷെ 5:21 ആശയം തുടങ്ങുന്നത്. നിങ്ങൾ അന്യോന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കീഴ്പ്പെടണമെന്ന്. അപ്പൊ അധികാരമല്ലേ അത്? ഈ കീഴ്പ്പെടുന്നത് എപ്പോഴും എവിടെയാണ്? അധികാരത്തിലാണ്. അപ്പൊ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും. ഇനി നിങ്ങൾക്ക് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് നോക്കാം. 7:4 എന്താ കാണുന്നത്?
ഭർത്താവിന് അത്ര അധികാരമുള്ളത്. ഭയങ്കര സന്തോഷമുള്ള വാക്യമാണ് ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം. അടുത്ത വാക്യം, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ ഞാൻ പറഞ്ഞത്? ഭാര്യയുടെ ശരീരത്തിന്മേൽ, അത് തന്നെയാണ് പറഞ്ഞത്, ശരീരത്തിന്മേൽ അവൾക്കല്ല ഭർത്താവിന് അത്ര അധികാരം. ഇഷ്ടമുള്ള വാക്യാണ് അല്ലെ? അടുത്ത ഭാഗം, അങ്ങനെ ഭർത്താവിന്റെ ശരീരത്തിന്മേൽ അവനല്ല ഭാര്യയ്ക്ക് എത്ര അധികാരം. അത് നമുക്ക് ഇഷ്ടമുണ്ടോ സഹോദരന്മാരെ? അപ്പൊ നമ്മൾ വിചാരിക്കുക അത് ചില സമയങ്ങളിൽ ഇഷ്ടമാണ്, പക്ഷെ എല്ലാ സമയത്തും ഇഷ്ടമല്ല. പക്ഷെ നിങ്ങൾക്ക് തിരിച്ചോ? നിങ്ങൾക്ക് എല്ലാ സമയത്തും അത് വേണം. തിരിച്ചായാലോ? വേദപുസ്തകം പറയണ കണ്ടോ? എനിക്കിത് തിരുത്തി കുറിക്കാൻ ഒരു നിവൃത്തിയില്ല, ഇത് അങ്ങനെ തന്നെ വായിക്കാനേ നിവൃത്തിയുള്ളൂ. അത് എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും ദൈവത്തിന് അങ്ങനെ പറയുന്നത്. നിങ്ങളുടെ മേൽ ആർക്ക് അധികാരമുണ്ടെന്ന്? നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മജീവിയൊന്നും അല്ലല്ലോ, ശരീരമുള്ള ആളല്ലേ. അതുകൊണ്ടാണ് ശരീരം എന്ന് പറഞ്ഞേക്കണത്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയില് നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു അധികാരവും സ്വാധീനവും ഒക്കെ ഉണ്ട്. അതുപോലെ ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം അങ്ങനെ ഉണ്ട് എന്നുള്ളത് എല്ലാ അർത്ഥത്തിലും അങ്ങനെയാണ്. എല്ലാ അർത്ഥത്തിലും അങ്ങനെയുണ്ട്. ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോ പറയാനും നോ പറയാതിരിക്കാനുമുള്ള കാര്യം കൂടെ ഉണ്ട് എന്നുള്ളത് അറിയണം. അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മ്യൂച്വൽ സബ്മിഷനോ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ലീഡർഷിപ്പോ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒരേപോലെ ലീഡിംഗ് ആണ്. കുടുംബജീവിതത്തിൽ ക്രിസ്തീയമായിട്ടുള്ള കുടുംബങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മൾ തെറ്റിദ്ധരിക്കരുത് പ്രിയപ്പെട്ടവരെ. നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മൾ ഇത്രയും നാൾ കേട്ടു വന്നിരിക്കുന്നതെല്ലാം മറ്റു പല ചിന്താഗതികളാണ്. വേദപുസ്തകം എന്താണ് പറയുന്നത്? കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമാണുള്ളത്. ഒരിക്കലും പുരുഷൻ സ്ത്രീ ആവുകയില്ല, സ്ത്രീ പുരുഷനാവുകയില്ല. സ്ത്രീക്ക് ചെയ്യാൻ പറ്റുന്നത് പുരുഷന് ചെയ്യാൻ പറ്റില്ല, പുരുഷന് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ല. ഇവർ രണ്ടുപേരും പരസ്പര പൂരകങ്ങളായി സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ചിത്രമാണ് വേദപുസ്തകം എപ്പോഴും പറയുന്നത്. ഒരാൾ പൂർണ്ണനാകണമെങ്കിൽ മറ്റൊരാൾ കൂടെ ഉണ്ടാകണം. എനിക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യാൻ കഴിവുള്ള, ശക്തിയുള്ള, ത്രാണിയുള്ള വ്യക്തിയാണ് എൻ്റെ ഭാര്യ. എൻ്റെ ഭാര്യയ്ക്ക് ചെയ്യാൻ പറ്റില്ലാത്തത്, അവൾക്ക് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, പക്ഷെ അവൾക്ക് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യാൻ ദൈവം എന്നിൽ ആ കഴിവ് നിക്ഷേപിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ചില കഴിവുകൾ എന്നിലും, ചില കഴിവുകൾ എൻ്റെ ഭാര്യയിലും, ചില ബലഹീനതകൾ എന്നിലും, ചില ബലഹീനതകൾ എൻ്റെ ഭാര്യയിലും നിക്ഷേപിച്ച് ദൈവം വെച്ചിരിക്കുകയാണ്. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചിട്ട് ഒരു ടീം വർക്കിലൂടെ പോകുന്നതാണ് കുടുംബജീവിതം. അതുകൊണ്ട് ഞാൻ എൻ്റെ എന്നുള്ളതല്ല, നമ്മുടെ എന്നാണ്. നാം എന്നുള്ളതാണ് കുടുംബജീവിതത്തിന്റെ സ്വത്വബോധം. സ്വത്വം എന്ന് പറയുന്നത് നാം, നമ്മൾ, നമ്മുടെ, അല്ലാതെ എൻ്റെ അല്ല കുടുംബജീവിതം. നമ്മുടേതാണ് കുടുംബജീവിതം. അങ്ങനെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും മനസ്സിലാക്കിക്കൊള്ളണം. എൻ്റെ എന്നുള്ളതല്ല, നമ്മുടേതാണ്. എൻ്റേത് നിന്റേതും, നിന്റേത് എൻ്റേതുമാണ്. അതാണ് കുടുംബജീവിതം. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. ഇനി അടുത്തത്, കുടുംബജീവിതത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുമ്പോൾ സ്വയം മനസ്സിലാക്കേണ്ട മറ്റൊരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്, എല്ലാം എനിക്ക് സ്വയം തീരുമാനിക്കാനുള്ള അനുവാദമില്ല. അതാണ് മറ്റൊരു കാര്യം. എല്ലാ കാര്യവും എനിക്ക് തീരുമാനിക്കാനായിട്ട്, എല്ലാ കാര്യങ്ങളും സ്വയം തീരുമാനിക്കാനായിട്ട് അനുവാദമില്ല. എവിടെ വാക്യം? 7:5. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ, അണ്ടർലൈൻ ദാറ്റ് കൂടെ, പരസ്പര സമ്മതത്തോടെ അല്ലാതെ, തമ്മിൽ വേർപെട്ടിരിക്കരുത്. അവിടെ എന്താണ് ദൈവം പറയുന്ന ഒരു കാര്യം? ഈ പരസ്പര സമ്മതം എന്ന് പറയുന്നതിൽ ഒരു കാര്യം കൂടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സാധനം, ആശയവിനിമയം എന്ന് പറയുന്ന സാധനം. ഇതൊന്നും സാധാരണ പാസ്റ്റർമാർ പറയാറില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. പിന്നെ ഞാനല്ലാതെ ആരാ നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞു തരിക? പരസ്പര സമ്മതം. എനിക്കിപ്പോ അനുവിനോടൊരു കാര്യം സമ്മതം ചോദിക്കണമെങ്കിൽ ഞാൻ അവനോട് വർത്താനം ചോദിക്കണ്ടേ, പറയണ്ടേ, ഒരു വാട്സാപ്പ് മെസ്സേജ് ഇടണ്ടേ? ഓക്കെ, ഞാൻ ഒരാളോട് സമ്മതം ചോദിക്കണമെങ്കിൽ എന്തുണ്ടാകണം? എനിക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന, ആശയവിനിമയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാകണം. അതില്ലെങ്കിൽ എനിക്ക് സമ്മതം കിട്ടുമോ? അപ്പൊ അവിടെ എന്ത് ഒളിഞ്ഞു കിടക്കേണ്ടതെന്ന് ഞാൻ ഈ പറഞ്ഞത്. പരസ്പരം സംസാരിക്കലും പങ്കുവെക്കലും
ചർച്ച ചെയ്യലും ചോദിക്കലും പറയലും ആശയവിനിമയം എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. കുടുംബ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മൾ ഒളിച്ചും പാത്തും പറയാതെയും പല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ്. കുടുംബജീവിതം ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല നിലയിലുള്ള ആശയവിനിമയം, തുറന്നു പറച്ചിൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകണം. അല്ലാണ്ട് ഹൃദയത്തിൽ ഇങ്ങനെ സൂക്ഷിച്ചിട്ട് ഹൃദയം വായിക്കാനായിട്ട് എല്ലാവർക്കും അറിയാവോ? അങ്ങനെ വായിക്കാൻ പറ്റില്ല. അങ്ങനെ വായിക്കാൻ അറിയാവുന്ന ഏക ആൾ കർത്താവ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ഹൃദയം വായിക്കാൻ അറിയാവുന്ന, ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന, അന്തർഭാഗത്തിലെ സത്യം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി അത് കർത്താവ് മാത്രമാണ്. പിശാചിന് പോലും കഴിയില്ല. അപ്പൊ പിന്നെ ഭാര്യയുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ, ഭർത്താവിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. അത്രയും അതെ. അപ്പൊ എന്ത് വേണം? തുറന്നു പറച്ചിലുകളും നിങ്ങൾക്ക് ആഗ്രഹങ്ങളുടെ കാര്യങ്ങളും ആഗ്രഹമില്ലാത്തതും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കാത്തതും നിങ്ങളെ വേദനിപ്പിക്കുന്നതും ഇതെല്ലാം നിങ്ങൾ തുറന്ന് പറയണം. അത് വേദപുസ്തകം നമ്മളോട് പറയുകയാണ്. ഇനി ആത്മീയതയുടെ കാര്യത്തിൽ പോലും അങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഭാര്യയോട് പറയണ്ട എന്നാണോ പറഞ്ഞേക്കണേ? നിങ്ങളെ കണ്ടില്ലല്ലോ മനുഷ്യ, ഞാൻ സുവിശേഷ വേലയ്ക്ക് പോയിക്കായിരുന്നു, ഞാന് ഇന്ന ബൈബിൾ ക്ലാസ് എടുക്കാൻ പോയേക്കായിരുന്നു. അതാ ബൈബിൾ ക്ലാസിന്റെ പേരിൽ മാത്രം നിങ്ങൾക്ക് ഭാര്യയോട് പറയേണ്ടെന്നാണോ? പിന്നെ എന്താ എഴുതിയിരിക്കുന്നത്? സുവിശേഷ വേല ചെയ്യുമ്പോൾ മാത്രം ഭാര്യയോട് പറയണ്ട. നിങ്ങൾ ചിരിച്ച് നിങ്ങൾ എന്തായാലും ഭയങ്കര ക്ലിപ്സൊക്കെ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കണോ എനിക്ക് തോന്നാണ്. ഇല്ല, വളരെ സീരിയസ് ആയിട്ട് കേൾക്കുന്നതുകൊണ്ടാണ്. ഓക്കെ, എന്താണ് നിങ്ങൾ എന്റെ ഒപ്പം ഒന്ന് സഹകരിച്ച് നിന്ന്? ഞാൻ അനാവശ്യമായ കാര്യമല്ലാണോ പറയുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പറയേണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ചിരിക്കാതിരിക്കണ്ട. ക്ലീസജാൻ അങ്ങനെയല്ല കേട്ടോ, എനിക്കറിയാം. ക്ലീസജാൻ ഈ കാര്യത്തിലൊക്കെ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞു തന്നത്? സുവിശേഷ വേലയും ബൈബിൾ ക്ലാസും പ്രാർത്ഥനയും ഭാര്യയോട് ചോദിക്കണ്ട എന്നാണോ? ഒത്തിരി ആളുകൾ അങ്ങനെ മനസ്സിലാക്കി വെച്ചേക്കണേ. അങ്ങനെയല്ല, പ്രാർത്ഥനയ്ക്ക് പോലും എന്ത് വേണമെന്ന്? പരസ്പര സമ്മതം വേണമെന്ന് എഴുതി വെച്ചേക്കണേ. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണം? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക്? അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ എല്ലാം സ്വയം തീരുമാനിക്കാനുള്ള അധികാരമൊന്നും ദൈവം തന്നിട്ടില്ല. അങ്ങനെയല്ല കുടുംബജീവിതം. അങ്ങനെ നിങ്ങൾക്ക് എല്ലാം സ്വയം തീരുമാനിക്കണമെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കരുത്. അത്രേ ഉള്ളൂ. അതിന് വരവും കിട്ടണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കണം എന്നുള്ളതാണെങ്കിൽ കല്യാണം കഴിക്കാതെ ജീവിക്കുക. കല്യാണം കഴിച്ചു എങ്കിൽ എന്ത് വേണമെന്ന്? വസ്തു കച്ചവടം നടത്തുന്നത് ഭാര്യ അറിയണം, ഭർത്താവ് അറിയണം. ഓക്കെ, വീട്ടിലേക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റും കാര്യങ്ങളും ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിച്ചത്. വീട്ടിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുമ്പോ ഭാര്യ അറിയില്ല, ഭർത്താവ് അറിയില്ല, കച്ചവടം നടത്തി കഴിയുമ്പോഴേ അറിയുള്ളൂ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എന്റെ ജീവിതാനുഭവം ഞാൻ അറിയുന്നില്ല തൽക്കാലം. എന്റെ ജീവിതാനുഭവം എനിക്കും സ്മിതിക്കുണ്ടായ പേഴ്സണൽ അനുഭവം അല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ നടന്ന കാര്യം. അതിപ്പോ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ മലയാറ്റൂരുള്ള ഒരു സ്ഥലം എന്റെ പപ്പ ചായക്കടയിൽ വെച്ച് കച്ചവടം നടത്തിയിട്ടാണ് വന്നത്. ഞങ്ങളുടെ ഒരു 31 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നത് 55,000 രൂപയ്ക്ക് കച്ചവടം ആക്കിയിട്ട് 5,000 രൂപ അഡ്വാൻസ് മേടിച്ചുകൊണ്ട് വന്നു. അമ്മച്ചോടും ചോദിച്ചില്ല, ഞങ്ങളോടും പറഞ്ഞില്ല. കച്ചവടം ആകുന്നതിനെ കുറിച്ചുള്ളൂ ചിന്ത പോലും ഞങ്ങളുടെ ആരുടെയും മനസ്സിൽ. ഇന്ന് ഭൂമി എങ്ങാനും വിറ്റ് നമുക്ക് വേറെ എവിടെയെങ്കിലും മാറിയാലോ അങ്ങനെ ഒരു ചർച്ച പോലും വീട്ടിലില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതകാലം മുഴുവനും, ഇവിടെയാണ് നമ്മൾ ജീവിക്കണത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊന്നാത്ത സ്ഥലത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് സ്ഥലക്കച്ചവടം നടത്തിയിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഉണ്ടാകാത്ത പുകിലുകളൊന്നും എല്ലാം ഉണ്ടായി. എല്ലാ പുകിലുകളും ഉണ്ടായി. എല്ലാവിധമായ പ്രശ്നങ്ങളും ഈ കുടുംബജീവിതത്തിലേക്കും മുഴുവൻ വന്നു. അതവിടെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഇങ്ങനെ ആകരുത് കുടുംബജീവിതം. കാറ് മേടിക്കാൻ തീരുമാനിക്കുമ്പോൾ, ഓക്കെ, വസ്തു കച്ചവടം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പരസ്പരം അറിയണം. അല്ലാണ്ട് നിങ്ങൾ പരസ്പരം പറയണം, തുറന്ന് സംസാരിക്കണം. അത് ആത്മീയം മുതൽ എല്ലാ കാര്യങ്ങളും അവിടെ പറയണം. അതാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാം സ്വയം തീരുമാനിച്ച് പോകരുത്. അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, അത് ദൈവം താല്പര്യപ്പെടുന്നില്ല. പരസ്പര സമ്മതം എന്ന് പറയുന്ന ഒരു കാര്യം, അതും സമ്മതം വേണം. ഇനി സമ്മതം വേണം എന്ന് പറയുമ്പോൾ
സമ്മതം കൊടുക്കണം എന്ന് പറയുന്ന ഒരു ധ്വനിയും കൂടെ അവിടെയുണ്ട്, ഇല്ലേ? എന്താ ഇല്ല അവിടെ? പരസ്പര സമ്മതം എടി ഞാൻ പ്രാർത്ഥിക്കാൻ പൊക്കോട്ടെ എന്ന് ഭർത്താവ് പറയണം. ഇനി ഞാൻ ഇങ്ങനെ മുളന്തുരുത്തിയിൽ അല്ലെങ്കിൽ തലവലപ്പുറം ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ അവിടെ പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്, ഞാൻ മാത്രം പോയാൽ മതി എന്നാണ് എൻ്റെ ചിന്ത. അപ്പോൾ ഞാനൊന്ന് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഭാര്യ പറയാണ് നിങ്ങളങ്ങനെ പോകണ്ട. ആ ധ്വനിയാണ് അവിടെ കിടത്തേക്കണേ. ഭാര്യ സമ്മതിച്ചില്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് പോകണ്ടെന്നാണ് അവിടെ ചോദിച്ചേക്കണേ. അതല്ല എന്റെ ധ്വനി. അങ്ങനെയുള്ള കാര്യത്തിൽ സമ്മതം ചോദിക്കുക എന്ന് പറയുന്നതും അവിടെ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിവിടെ പറയുക, ആ കാര്യങ്ങളെ അനുവദിക്കുക, ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതൊക്കെ അവിടെ കിടക്കുന്നില്ലേ? നമ്മളൊന്നുകൂടെ വായിച്ചേ. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാകുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. അപ്പൊ അവരോട് വേർപെട്ടിരിക്കാം എന്നുള്ളതാണ്, അല്ലേ? വേർപെട്ടിരിക്കാം. അതെന്ത് കാര്യത്തിലാണ്? പ്രാർത്ഥനയും ആത്മീയമായ ശുശ്രൂഷകളും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേർപെട്ടിരിക്കാം. അവിടെ എന്തുണ്ട് ഉണ്ടാകണമെന്നാ പറഞ്ഞത്? സമ്മതം ചോദിക്കലും സമ്മതം കൊടുക്കലും അവിടെ ഉണ്ടാകണം. അതാണ് കുടുംബജീവിതം. അതുകൊണ്ട് അവിടെ വന്നിട്ട് നീ പോണ്ട, ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി, ഞാൻ വന്നിട്ട് പോയാൽ മതി, ഞാനില്ലാത്തോടത്ത് നീ പോണ്ട, ഇതല്ല ഇതിന്റെ അർത്ഥം. പറഞ്ഞു മനസ്സിലായല്ലോ? ഇവിടെ സമ്മതം ചോദിക്കലും സമ്മതം കൊടുക്കലും എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ കിടക്കുന്നത്. ഇത് തുറന്നൊക്കെ സംസാരിക്കുക. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു മാനസികാവസ്ഥ നമ്മൾ സൂക്ഷിക്കേണ്ടത്, ഞാനൊരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഞാനൊരു കടപ്പാടുകളിലേക്ക് പ്രവേശിക്കുകയാണ്. കുടുംബജീവിതത്തിന്റെ മറ്റൊരു മാനസികാവസ്ഥ നമ്മൾ കൈവരിക്കേണ്ടത്, ഞാൻ എന്താകുകയാണ്? ഒരു ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വായിക്കാം 7:3. ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടിരിക്കുന്നത്. കടംപെട്ടിരിക്കുന്നത് അല്ലേ? ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നിർവഹിക്കണം. ആ അവസ്ഥയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് ഞാൻ കുറച്ചും കൂടി പിന്നാലെ വിശദീകരിക്കാം. അതിപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളൊരു വലിയ ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഭർത്താവാകുമ്പോൾ ഒരു ഭർത്താവ് എന്ന നിലയിൽ എൻ്റെ മേലുള്ള ഭാര്യയോടുള്ള ബന്ധത്തിൽ നിർവഹിക്കേണ്ട ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്. എൻ്റെ ഭാര്യയെ എനിക്ക് ചെലവിന് കൊടുക്കണം, അവളുടെ ശരീരത്തിന്റെ ക്ഷേമം അന്വേഷിക്കണം, അങ്ങനെ അവൾക്ക് ആരോഗ്യമുണ്ട് എന്ന് ഉറപ്പുവരുത്തണം, സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, സമാധാനത്തോടെ ഇരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, അവൾ സന്തോഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഉറപ്പുവരുത്തണം, അവൾക്ക് സംതൃപ്തി ഉണ്ടാകുന്നു എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. ഇതൊരു ഭർത്താവ് എന്ന നിലയിലെ ഉത്തരവാദിത്തമാണ്. തിരിച്ച് ഭാര്യയ്ക്കും എൻ്റെ ഭർത്താവ് സന്തോഷിച്ചിരിക്കണം, എൻ്റെ ഭർത്താവ് സംതൃപ്തനായിരിക്കണം, എൻ്റെ ഭർത്താവ് സുന്ദരനായിരിക്കണം, അല്ലെങ്കിൽ അത് തിരിച്ചു അങ്ങനെ എല്ലായിടത്തും സുന്ദരനായിരിക്കണം അല്ലെങ്കിൽ സുന്ദരിയായിരിക്കണം, അദ്ദേഹത്തിന് നല്ല ആരോഗ്യം ഉണ്ടാകണം, ഇങ്ങനെയുള്ള അദ്ദേഹത്തിന് ഒരു ക്ഷീണം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ചിന്ത ആർക്കുണ്ടാകണം? ഭാര്യയ്ക്കുണ്ടാകണം. അപ്പോൾ ഭർത്താവിനും ഭാര്യയ്ക്കും പരസ്പരം കടപ്പാടുകളുണ്ട്. അത് അടുക്കള മുതൽ കിടപ്പറ വരെ. ഓക്കെ, അത് അടുക്കള മുതൽ കിടപ്പറ വരെ ഏതെല്ലാം കാര്യങ്ങളിലേക്ക് ആ ഒരു ഉത്തരവാദിത്വം പരസ്പരം നിർവഹിക്കാനുണ്ടോ അതെല്ലാം നിർവഹിക്കുവാൻ ബാധ്യസ്ഥരാണ് ഭാര്യ ഭർത്താക്കന്മാർ. വേദപുസ്തകം അത് അങ്ങനെ തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളത് അറിയുക. അപ്പൊ കല്യാണത്തിലേക്ക്, കുടുംബജീവിതത്തിലേക്ക്, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മള് ഒരു ഉത്തരവാദിത്വത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉത്തരവാദിത്വം ഒരു വലിയ എന്താ പറയാ ദൈവിക ദാനമാണ്, അല്ലേ? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ദൈവം നിങ്ങൾക്ക് ഒരു സമയം ജീവിതത്തിൽ നൽകുകയാണ്, നിങ്ങൾക്കൊരു അവസരം നൽകുകയാണ്. അതാണ് ദൈവം നമ്മൾ കാണേണ്ടത്. അല്ലാതെ അയ്യോ എന്നാ തൊല്ലയാണിത് എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടയാണ്. പക്ഷെ ഇത് എനിക്ക് ആക്റ്റീവായിരിക്കാൻ, എനിക്ക് മുഴുകിയിരിക്കാൻ, എനിക്ക് ഇൻവോൾവ് ആകാൻ ദൈവം ഒരു ജീവിതാവസ്ഥ തന്നിരിക്കുകയാണ് എന്ന് വിചാരിച്ചാൽ
നിങ്ങൾക്ക് അത് ഏറ്റവും നല്ല ശുശ്രൂഷകളായിട്ടും ഏറ്റവും നല്ല ജീവിതാനുഭവമായിട്ടും മാറ്റിയെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അടുത്തത്, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഓരോരുത്തരും കരുതേണ്ട മറ്റൊരു മാനസികാവസ്ഥ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും കുടുംബജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും കുടുംബജീവിതത്തിൽ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എവിടെയാണെന്ന് നോക്കാം. ഈ പറഞ്ഞ അധ്യായത്തിൽ നിന്നാണ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരുന്നത്. 7-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഓക്കെ, 7-11. ഭാര്യ ഭർത്താവിനെ വേർപിരിയരുത്, പിരിഞ്ഞു എന്ന് വരികിലോ വിവാഹം കൂടാതെ പാർക്കണം, അല്ലെന്ന് വരികിൽ ഭർത്താവിനോട് നിരന്നുകൊള്ളണം. അവിടെ എഴുതി ആണ്ടല്ലാം നിരന്ന് അല്ലെങ്കിൽ നിരന്നുകൊള്ളണം എന്ന് പറയുന്ന വാക്യം അവിടെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് ഇടുക. അപ്പോ ഈ അവിടെ പറഞ്ഞിരിക്കുന്ന 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിവാഹമോചനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. ഈ വിവാഹമോചനത്തിലേക്ക് ഒരാൾ വരാനായിട്ട് സാധ്യതയുള്ളത് എന്തുകൊണ്ടാണ്? ഇദ്ദേഹത്തിനൊപ്പം ജീവിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നൊരാൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാകാം? അവിടെ അടി പിടി തൊഴി എന്നൊക്കെ പറയുന്ന നമ്മുടെ പല കാര്യങ്ങളും ഇല്ലേ? വഴക്ക്, അഭിപ്രായ വ്യത്യാസങ്ങള്, ഇത് ഉണ്ട്. അതങ്ങ് ഉൾക്കൊള്ളാനോ സഹിക്കാനോ പറ്റാത്തത് കൊണ്ടാണ് അവസാനം എന്ത് ചെയ്യുന്നത്? വിവാഹമോചനം എന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലത്തെ പ്രിൻസിപ്പിൾ എടുക്കുന്നത്. ഇല്ലെന്ന് വരികിൽ നിരന്നു കൊള്ളണം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഇടയിൽ എന്തുണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറയുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങള്, വഴക്കുകള്, ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. അത് ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിരന്നുകൊള്ളണം. നിങ്ങൾ ഡിവോഴ്സ് അന്വേഷിക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നിരന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു മ്യൂച്വൽ സബ്മിഷനിലേക്കും എഗ്രിമെന്റിലേക്കും വിട്ടുവീഴ്ചകളിലേക്കും നിങ്ങൾ എത്തുക എന്നുള്ളതാണ്. അവിടെ നിങ്ങൾ നിരപ്പ് പ്രാപിക്കണം, നിങ്ങൾ സമാധാനത്തിലേക്ക് വരണം, നിങ്ങൾ ഒരു എഗ്രിമെന്റിലേക്ക് വരണം, നിങ്ങൾ അവിടെ ഒന്നാകണം. അല്ലെങ്കിൽ നിങ്ങൾ വിട്ടുവീഴ്ചകൾക്കോ അല്ലെങ്കിൽ സഹിഷ്ണുതയ്ക്കോ വിട്ടുകൊടുക്കാനോ അതല്ലെങ്കിൽ പറയുന്ന കാര്യം സ്വീകരിക്കാനോ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ അങ്ങനെ വരണം എന്നാണ്. നിങ്ങൾ നിരന്നുകൊള്ളണം. അല്ലാണ്ട് നിങ്ങൾ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടി പിടിച്ച് നിൽക്കുകയെന്നല്ല. അപ്പൊ ഇതിൽ കാണുന്ന പ്രിൻസിപ്പിളാണ് പറഞ്ഞത്. കുടുംബജീവിതത്തിൽ വഴക്കുകൾ ഉണ്ടാകാം, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ആശയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, ഇഷ്ടാനിഷ്ടങ്ങൾ സ്വാഭാവികമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാനും സ്മിതയും തമ്മിൽ ഈ ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് വയറ്റില മുതൽ അങ്ങ് കോലഞ്ചേരി വരെ അടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സ് ആണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഞാനൊരു കാര്യം പറയും, സ്മിത മറ്റൊന്ന് പറയും. ഓക്കെ, അവസാനം പിന്നെ സ്മിത അന്നത്തെ ദിവസത്തെ പേപ്പറിലെ കാര്യങ്ങളൊക്കെ വായിച്ചും മനസ്സിലാക്കിയും ശാസ്ത്രീയമായിട്ട് എന്നെ വിലയിരുത്തിയും മനസ്സിലാക്കിക്കൊണ്ട് സ്മിതനെ ഞാൻ ഉൾക്കൊണ്ടു, ഞാൻ സ്മിതനെ ഉൾക്കൊണ്ടു. അപ്പൊ അന്നത്തെ ദിവസം രാവിലെയാണ് ഡാഡി കഷ്ടപ്പെട്ട് പേപ്പറൊക്കെ വായിച്ചിട്ട് ഈ കൊറോണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ദൂരിതയെന്നും പറഞ്ഞിട്ട് മനോരമയിൽ കൊറോണ മനുഷ്യനെ ഏതൊക്കെ നിലയിൽ ബാധിച്ചു എന്ന് ഞങ്ങളെല്ലാം വായിച്ച് കേൾപ്പിക്കുകയും അതിന്റെ വെളിച്ചത്തിൽ ഞങ്ങൾ വായിക്കുകയും ചെയ്തു. അപ്പൊ കൊറോണ മനുഷ്യന്റെ മാനസികാവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. അപ്പൊ അത് അന്ന് കേട്ടതുകൊണ്ട് എൻ്റെ ആ മാനസികാവസ്ഥ ആര് മനസ്സിലാക്കി? സ്മിത മനസ്സിലാക്കി. സ്മിത അവിടെ തന്നെ വണ്ടി ഇവിടെ നിർത്തി വെച്ച വണ്ടി ഞാൻ ഇറങ്ങി പോവാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയോ? ഇല്ല, ഞങ്ങൾ പരസ്പരം തരുന്നു. ഞങ്ങൾ വീട്ടിലേക്ക് വളരെ സന്തോഷമായിട്ട് കൂളായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വണ്ടിയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് കൈ പിടിച്ചു. അതാ കുറച്ചു നേരത്തേക്ക് ഞങ്ങൾക്ക് സംഘർഷം ഉണ്ടായി. വണ്ടിയിൽ ഹീറ്റായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. വർത്താനം പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് ഞങ്ങളുടെ വിഷയമല്ല, അതാണ് വിഷയം. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും നമ്മുടെ വിഷയമായിട്ടല്ലല്ലോ പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കണേ. നിങ്ങൾ എന്ന് പറയുന്ന രണ്ട് വ്യക്തിയുടെ പ്രശ്നങ്ങളല്ല പലപ്പോഴും ഉണ്ടാകാറുള്ളത്. തേർഡ് പേഴ്സൺ ആണ് എപ്പോഴും. ആ തേർഡ് പേഴ്സൺ ആരും ആകാം. ആ തേർഡ് പേഴ്സൺ നിങ്ങളുടെ മക്കളാകാം, മകളാകാം, മകനാകാം, അമ്മയാകാം, അമ്മായിപ്പനാകാം, അപ്പനാകാം, എന്തുവാകാം, പിന്നെ കൂട്ടുകാരനാകാം, ചായയാകാം, ചായക്കടക്കാരനാകാം, മീറ്റിംഗ് ആകാം, പാസ്റ്റർ ആകാം, പാസ്റ്ററുടെ ഭാര്യയാകാം, അന്നത്തെ പ്രസംഗമാകാം, എന്തുവാകാം. നിങ്ങളുടെ പ്രശ്നം പലപ്പോഴും ഏതും തോട്ടത്തിലും അത് തന്നെയാണെന്നല്ലോ സംഭവിച്ചത്. തേർഡ് പേഴ്സൺ ആണല്ലോ പ്രശ്നം ഉണ്ടാക്കിയത്. അവിടെ രണ്ടുപേരും തമ്മിൽ അടിയുണ്ടായി, അവിടെ പ്രശ്നം ഉണ്ടായിട്ട് ഇറങ്ങി പോകേണ്ടി വന്നത്. ഇറ്റ്സ് ബിക്കോസ് ഓഫ് ദി തേർഡ് പേഴ്സൺ entered there, right? The only third person allowed in family life is God. Okay? Alright. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം?
പ്രിയപ്പെട്ടവർ, ഇതൊക്കെ ഒന്ന് എന്താ പറയുക, നിങ്ങളൊന്ന് ഒരു സമഭാവനയോടെ കണ്ടു കഴിഞ്ഞാൽ കുടുംബജീവിതമൊക്കെ അങ്ങ് പോകാവുന്നതേ ഉള്ളൂ. ഇതൊന്നും വലിയ പ്രശ്നമുള്ള കേസൊന്നുമല്ല. നമുക്ക് എന്തുണ്ടാകും? പ്രശ്നമുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ട്. വീട് ഈ മുറി ഇങ്ങനെ വേണോ, ഈ ക്ലോസറ്റ് ഇവിടെ വെക്കണോ, അത് ഈ വാഷ് ബേസിൻ ഇവിടെ വേണോ. ഞാൻ അന്ന് ചേട്ടായിട്ട് പറഞ്ഞാണ് ഇത് ഇവിടുന്ന് മാറ്റി ഇപ്പുറത്ത് വെക്കാന്ന് പറഞ്ഞു. അന്ന് ചേട്ടായി സമ്മതിച്ചില്ല. ഇപ്പൊ അതിന്റെ പേരിൽ എന്തൊക്കെ അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് കേട്ടിരുന്നെങ്കിൽ അത് അങ്ങനെ അങ്ങോട്ട്. അപ്പൊ നമ്മൾ തമ്മിൽ എന്തുണ്ട്? യെസ്. അവസാനം ഞങ്ങൾ തീരുമാനത്തിലെത്തി, എനിവേ വി ആർ നോട്ട് എ ബിൽഡിംഗ് താജ്മഹൽ. നമ്മള് പണിയുന്നത് താജ്മഹലൊന്നും അല്ലല്ലോ. അതുകൊണ്ടാണ് കർത്താവ് പുത്രനെ നമുക്ക് ആർക്കും അത് പണിയാൻ പറ്റാത്തതുകൊണ്ടാണ് ദൈവം നമ്മൾ പണിയുന്ന ബിൽഡിംഗ്. നിങ്ങൾ അവിടെ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണേ. അത് ഞാൻ അവിടെ പറയാൻ വെച്ചതാണെങ്കിൽ ഇവിടെ പറയാം. അവിടെ നിങ്ങൾ വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ കാണും. ആ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഹൂ വണ്ടർഫുൾ. പല പല തിന്മകളും മറയ്ക്കാൻ വേണ്ടി ചെയ്തതാണ് നിങ്ങൾ. പല പല മോശമായ കാര്യങ്ങളും മറച്ചു വെക്കാൻ വേണ്ടി ചെയ്ത തത്രപ്പാടുകളാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ ഹൗസ് വാമിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾ ചോദിച്ചു കേട്ടിട്ട് ഞാൻ മിക്കവാറും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അവിടെ വീഴും. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് എന്തുണ്ട്? മക്കളെ വളർത്തുന്ന കാര്യത്തില്, പണത്തിന്റെ ഉപയോഗത്തിന്റെ കാര്യത്തില്, വീട്ടിൽ വരുന്നതിന് പോകുന്നതിന്റെയും കാര്യത്തില്, ഇങ്ങനെ പല കാര്യങ്ങളിൽ എന്തുണ്ടെന്ന് പറഞ്ഞത്. There is problem, differences of opinion and quarrels. Could you please understand this? ഞങ്ങളൊന്ന് മനസ്സിലാക്കാമോ? ഇതുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി എന്നാൽ പിന്നെ അതങ്ങ് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ വലിയ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകരുത്. എന്ത് തീരുമാനം എടുക്കുന്നത്? എന്നാ ഇവിടെ പിരിയാം എന്നല്ല പറയുന്നത്, നിങ്ങൾ തെരഞ്ഞുകൊള്ളാനാണ് പറയുന്നത്. അത് ഓക്കെ, ദാറ്റ് ഹാപ്പൻസ്. ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് കുറെ പറയേണ്ടതായിട്ട് വരും. അടുത്ത രണ്ട് കാര്യങ്ങളെയും പറഞ്ഞ് മാനസികാവസ്ഥ ഞാൻ വരും. ഓക്കെ, ഇതൊരു ദീർഘകാല ബന്ധമാണ്. ഇതൊരു ദീർഘകാല ബന്ധമാണ്. ഇത് നിത്യബന്ധാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഇതൊരു ദീർഘകാല ബന്ധമാണ്. അതാണ് വേദപുസ്തകം നമ്മളോട് പറഞ്ഞു. വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുത്ത 5 വർഷത്തേക്കാണ് ഞാൻ നീയുമായിട്ടുള്ള ഒരു കരാറ്. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണോ നോക്കാം എന്നുള്ളതല്ല. അങ്ങനെയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഇതൊരു ദീർഘകാല ബന്ധമാണ്. 7ന്റെ 7, 7ന്റെ 11, 12, 27, 39. എന്താണ്? വേർപിരിയരുത് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ് അവിടെയെല്ലാം നിങ്ങൾ കാണുന്നത്. നിങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ എന്ത് ചെയ്യരുത്? വേർപിരിയരുത്. ഓക്കെ, വേർപിരിയരുത്. അപ്പൊ ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ടിൽ ഡെത്ത് സെറ്റ് അപ്പാർട്ട് us. ഓക്കെ, നമ്മളെ വേർതിരിക്കുന്നത് ടിൽ ഡെത്ത് അപ്പാർട്ട് us. മരണം നമ്മെ വേർപിരിക്കും വരെ. അതാണ് അതിന്റെ ബന്ധം. അതാണ് അതിന്റെ കാലയളവ് എന്ന് പറയുന്നത്. മരണം നമ്മെ വേർപിരിക്കുന്നത് വരെയോ കർത്താവിന്റെ വരവോളം വരെയോ ആണ് ഈ ബന്ധത്തിൽ നിങ്ങൾ തുടരേണ്ടത് എന്നുള്ളതാണ് വേദപുസ്തകം നമ്മളോട് പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പഠിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു ദീർഘകാല ബന്ധമാണ്. ഓക്കെ, അതാണ് വേർപിരിയുന്നത്. അടുത്ത ഒരു കാര്യം കൂടി പറയാണ്. അടുത്തത് ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷങ്ങളുടെയും സംതൃപ്തികളുടെയും ഇടയിൽ ചിന്താകുലങ്ങളും കഷ്ടതകളും കൂടി ഉണ്ടാകും. ഞാൻ നേരത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്തുകൂടെ ഉണ്ടാകും? നമുക്ക് ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷങ്ങൾ കുടുംബജീവിതം കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, കുടുംബജീവിതം കൊണ്ട്, ഭാര്യ ഭർത്തൃ ബന്ധം കൊണ്ട് കുറെ സന്തോഷങ്ങൾ നമുക്കുണ്ട്. അതിന്റെ ഒപ്പം തന്നെ എന്തുകൂടെ ഉണ്ട്? കുറെ ചിന്താകുലങ്ങളുണ്ട്, കഷ്ടതകളും കൂടി ഈ വിവാഹ ജീവിതത്തിലുണ്ട്. 7:28 വായിച്ചേ. നീ വിവാഹം ചെയ്താലും ദോഷമില്ല. അപ്പൊ കല്യാണം കഴിക്കുന്ന ദോഷമില്ല എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. വിവാഹം ചെയ്താൽ ദോഷമില്ല. ഓക്കെ, കന്യകയും വിവാഹം ചെയ്താൽ ദോഷമില്ല. എങ്കിലും ഇങ്ങനെയുള്ളവർക്ക് ജഡത്തിൽ കഷ്ടത ഉണ്ടാകുന്നു. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ടാകും? കഷ്ടത ഉണ്ടാകുന്നു. ജഡത്തിൽ കഷ്ടത ഉണ്ടാകും. നിങ്ങളത് നിങ്ങളുടെ ഇതിലൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾക്ക് വരരുത് വെച്ചിട്ടാണ് ഞാൻ ഈ മുകളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഭാഗങ്ങളിലേക്കും ഇപ്പൊ പ്രവേശിക്കാത്തത്. ഞാൻ കേന്ദ്രീകരിക്കുന്നത് മറ്റൊരു ആശയമായതുകൊണ്ടാണ് അവിടേക്കെല്ലാം പോകാത്തത്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണ്? കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്? സന്തോഷങ്ങളുടെ കൂട്ടത്തിൽ സങ്കടങ്ങളും കൂടെ
ഉണ്ട് എന്നുള്ളതാണ്. 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുണ്ട്. 32 മുതൽ ചിന്താകുലമില്ലാത്തവരായിരിക്കണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. വിവാഹം ചെയ്യാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഇനി അടുത്ത ഒരു വാക്യം കൂടി, അതിന്റെ 34-ന്റെ അവസാനത്തെ ഭാഗം. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലോകത്തിന്റെ ഒരു വ്യവസ്ഥിതി ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെയും ആഗ്രഹം എന്താണ്? എന്റെ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്നുള്ള ചിന്തയിൽ അവരിങ്ങനെ, കാരണം എന്താ, ഈ ഭാര്യയെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ പ്രശ്നമാണ്. ഭർത്താവിനെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ എന്താണ്? കാരണം there are two sinners. These are the two sinners. രണ്ട് പാപികളാണ് ഒരർത്ഥത്തിൽ. ഒരു പാപി മറ്റൊരു പാപിയെ സന്തോഷിപ്പിക്കാനായിട്ട് പെടാ പാടുപെടുകയാണ്. കഷ്ടതയില്ലേ? ഇല്ലേ? എങ്ങനെ എന്റെ ഇച്ഛായിനെ ഒന്ന് സന്തോഷിപ്പിച്ച് നിർത്താം? നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് 4 മണിക്ക് എഴുന്നേൽക്കുകയാണ്. ജഡത്തിൽ കഷ്ടതയുണ്ടോ? മനുഷ്യന് 10 മണി വരെ കിടന്നുറങ്ങാനായിട്ട് ഈ മനുഷ്യൻ സമ്മതിക്കുകയല്ല. രാവിലെ എഴുന്നേൽക്കണം, ചായ ഉണ്ടാക്കണം, കാപ്പി ഉണ്ടാക്കണം, എല്ലാം ഉണ്ടാക്കി വെക്കണം, വസ്ത്രം കഴുകണം, എല്ലാം മുറ്റടിക്കണം, എന്ന് വേണ്ട പിള്ളേരെ കുളിപ്പിക്കണം, പാചകം ചെയ്യണം, ഓഫീസിൽ പോകണം, നോക്കണം. എന്നിട്ട് മനുഷ്യന് ഒരു സ്വസ്ഥതയില്ല. സ്വസ്ഥതയില്ല. കല്യാണം കഴിച്ചപ്പോൾ ഇത് കൂടി ഉണ്ടായി എന്നുള്ളതില്ല. അപ്പൊ ഭാര്യ ഇത് പറയാണ് ഭർത്താവിനോട്, എടി ഇത് നീയൊക്കെ ചെയ്യേണ്ടതല്ലേ, അത് ഞാൻ ചെയ്ത് നിങ്ങൾക്കും കൂടെ ചെയ്ത് എന്താ ഇവിടെ പ്രശ്നം? അപ്പൊ ഭാര്യ 2 വാചകം ഇങ്ങോട്ട് തിരിച്ചു പറയും. നിങ്ങൾക്ക് എന്താ തുണി കഴിക്കാൻ, നിങ്ങൾക്ക് എന്താ ഒന്ന് മുറ്റടിച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്താ മുറി അടിച്ചു കഴിഞ്ഞാൽ അത് കേൾക്കണം. അത് കേൾക്കാനുള്ള കഷ്ടതയാണത്. അത് കേൾക്കണമെന്ന് നിങ്ങളിത് പരസ്പരം കേൾക്കണം, നിങ്ങളിത് പരസ്പരം പറയണം. ഇതാണ് കഷ്ടത. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട് എന്ന് വെച്ചാൽ ഇത് പറയാൻ വേണ്ടി ഇന്ന് മുതൽ ലൈസൻസ് എന്നുള്ളതല്ല. എന്നാൽ ഇനി ഞങ്ങൾ പറഞ്ഞോ, അതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ഞാൻ പറയുന്നതിൻ്റെ ആ പൊരുൾ മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ ഉണ്ട് നമുക്ക് ഈ സന്തോഷങ്ങളുടെ ഇടയിൽ നമുക്ക് സങ്കടങ്ങളും കൂടി ഉണ്ട്. അത് എന്തിലുള്ളതാണ്? അത് കുടുംബ ജീവിതത്തിലുള്ളതാണ്. അതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? പിരിയരുത്. ഇതിലുണ്ട്. ഇതൊന്ന് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഓക്കെ, അപ്പോ കാരണം ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തമാണിത്. ഒരു ഭാര്യയുടെയും ഭർത്താവിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അടുത്തതെന്ന് പറയുന്നത്. അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ഞാൻ ഒരാൾ എങ്ങനെയാണ് മാനസികമായിട്ട് രൂപപ്പെടേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. അടുത്ത ഒരു കാര്യത്തിലേക്ക് പ്രവേശിക്കാം. വിവാഹ ജീവിതത്തിലെ കടപ്പാടുകൾ. ബൈബിളൊക്കെ അടച്ചു വെച്ചത് നിങ്ങൾ ഇല്ലല്ലോ? ഓക്കെ, വിവാഹ ജീവിതത്തിലെ കടപ്പാടുകൾ. പരസ്പരം ഭാര്യയ്ക്കും ഭർത്താവിനും ശാരീരികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള കടപ്പാടുകളുണ്ട്. ശാരീരികമായ കടപ്പാടുകൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ആശയരും മോളും നിങ്ങൾ 3 പേരും തൽക്കാലം വെളിയിലേക്ക് പോകും. എന്നിട്ട് നിങ്ങളെ തിരിച്ചു വിളിക്കാനായിട്ട് ആള് വിടാം. ഇവിടെയല്ല, വെളിയിലേക്ക് പോകും. അല്ല, ഇതിലെ പോയാൽ എനിക്ക് കാണാൻ പറ്റുള്ളൂ. എന്നിട്ട് അത് തുറന്നിട്ടല്ലേ അവിടെ കാരണം ഇത് ഇപ്പോൾ അവർ കേൾക്കണ്ട എന്നുള്ളത് കാര്യം കൊണ്ടാണ്. അവർ കേൾക്കണ്ട എന്ന് ഞാൻ ചിന്തിക്കുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് വന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ബാക്കിയുള്ളവർക്ക് കല്യാണം കഴിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കേണ്ട കാര്യങ്ങളാണ്. വിവാഹ ജീവിതത്തിലെ കടപ്പാടുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ശാരീരികമായിട്ടുള്ള കടപ്പാടുകൾ. ശാരീരികമായ കടപ്പാടുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുക, പരസ്പരം ഉണ്ടാകുക എന്ന് പറയുന്നത്. ലൈംഗികമായിട്ടുള്ള സംതൃപ്തിയും ആ ഉത്തരവാദിത്വം നിർവഹിക്കലും ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലൂടെയെല്ലാം നിങ്ങൾ പോയപ്പോൾ ശ്രദ്ധിച്ചു കാണും. 7:3 നിങ്ങൾ കണ്ടു, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടംപെട്ടിരിക്കുന്നത് ചെയ്യട്ടെ. 4-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ കണ്ടു, ശരീരത്തിൽ അവൾക്കല്ല ഭർത്താവിന് എത്ര അധികാരം. ഭർത്താവിന്റെ ശരീരത്തിൽ അതാണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ പിന്നെ കണ്ടത് എന്താണ്? നിങ്ങള് 33-ാമത്തെ വാക്യത്തിൽ വിവാഹം ചെയ്ത് ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കും.
34-ാമത്തെ വാക്യത്തിൽ ഭാര്യ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും? ഈ പ്രസാദിപ്പിക്കൽ എല്ലാ അർത്ഥത്തിലുമുണ്ട്. ഈ പ്രസാദിപ്പിക്കൽ, ഭാര്യയും ഭർത്താവും പരസ്പരമുള്ള പ്രസാദിപ്പിക്കൽ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും ഉണ്ട്. അത് പ്രത്യേകിച്ച് ഇന്നത്തെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന, പ്രത്യേകിച്ച് വിശ്വാസികളുടെ ഇടയിൽ വളരെയധികം തെറ്റിദ്ധാരണകളും ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. ഇനി അങ്ങനെ അത് പാപമല്ല എന്ന് ചിന്തിക്കുമ്പോൾ പോലും ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം, അന്ധവിശ്വാസം ഒത്തിരി നമ്മുടെ ഇടയിൽ വേറെ തലത്തിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതില് പെന്തിക്കോസുകാരുടെ ഇടയിലുള്ള അന്ധവിശ്വാസം ഉള്ള ഒരു സംഗതി എന്ന് പറയുന്നത്, ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഞായറാഴ്ച അങ്ങനെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം വിശ്വാസികൾ നമ്മുടെ ഇടയിൽ ഉണ്ട്. ഇനി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഏതോ ഒരു പാപം ചെയ്തു എന്നുള്ളതിന് പേരിൽ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം അത് ചെയ്തു പോയതാണ്, ക്ഷമിക്കണം, വിശുദ്ധീകരിക്കണം, സഹായിക്കണം, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് കർത്താവിനോട് ക്ഷമയും ചോദിച്ച് പിന്നെ കുറ്റബോധവും കൊണ്ട് മനസ്സിന് സമാധാനമില്ലാണ്ട് പിന്നെ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു 7 ദിവസം അതിന് പിന്നെ അല്ലെങ്കിൽ 1 മാസം ഇനി ഇല്ലാട്ടോ, അത് തീർന്ന് അടുത്ത ഒന്നുണ്ടായി വരുന്നത് വരെ ഇനി വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടെന്നുള്ളതല്ല, അങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പാപമല്ല, അത് ദൈവം വെച്ചിരിക്കുന്നതാണ്. ലൈംഗിക ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ഉള്ളിൽ ദൈവം അനുവദിച്ചിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സംവിധാനമാണ്. അത് നിങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും പരസ്പരം സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്നതാണ്. ലൈംഗികത പാപമായി മാറുന്നത് വിവാഹ ബന്ധത്തിന് പുറത്ത്, കുടുംബ ജീവിതത്തിന് വെളിയിലേക്ക് അത് നീങ്ങുമ്പോൾ മാത്രമാണ് അത് പാപം എന്ന നിലയിൽ ദൈവം അതിനെ കാണുകയുള്ളൂ എന്നുള്ളത് നിങ്ങൾ അറിയുക. അതുകൊണ്ട് വിവാഹ ബന്ധത്തിലുള്ള എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാവരും, ഭാര്യയും ഭർത്താവും പരസ്പരം ഈ കാര്യത്തിൽ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. ഇനി അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത് തെറ്റല്ല എന്ന് നിങ്ങൾ അറിയുക. ഇനി കല്യാണം കഴിയാത്തവർക്ക് പോലും ആ ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ ആശറിനൊക്കെ അതിൻ്റെ ഒരു ടൈമാണ്. ഈ ടീനേജ് പ്രായത്തിലൊക്കെ അങ്ങനെയുള്ള ചിന്തകളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കയറി വരും. അത് സ്വാഭാവികമാണെന്ന് കൂടി നിങ്ങൾ അറിയാം. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾ വായിച്ചേൽപ്പിക്കാം. ഇനി എന്തുകൊണ്ടാണ് അത് വിവാഹം ദൈവം അനുവദിച്ചു കൊടുക്കുന്ന അതിൻ്റെ ഒരു കാര്യം കൂടി നമ്മളിവിടെ കാണുന്നുണ്ട്. 7:1 സ്ത്രീയെ തൊടാതിരിക്കുന്നത് മനുഷ്യന് നല്ലത് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ തൊടുന്ന കാര്യം എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. സ്ത്രീയെ അറിയാതിരിക്കുന്നത്, സ്ത്രീയുമായിട്ടുള്ള ആ ബന്ധത്തിലേക്ക്, ലൈംഗിക ബന്ധത്തിലേക്ക് വരാതിരിക്കുന്നത് നല്ല എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അതിന് പറയാൻ വേറെ കാര്യങ്ങളുണ്ട്, പക്ഷേ അത് പൗലോസ് പറയാൻ വേറെ കാര്യങ്ങൾ. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോൾ പറയാൻ നിവൃത്തിയില്ല, നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഞാനിപ്പോൾ പറയുന്നുള്ളൂ. എന്നിട്ട് 2-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എങ്കിലും ദുർനടപ്പ് നിമിത്തം സ്വന്തം ഭാര്യയും സ്വന്തം ദുർനടപ്പുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടി ദൈവം അനുവദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയില് ആ സന്തോഷം കണ്ടെത്താൻ, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവിന് ആ സന്തോഷം കണ്ടെത്താനായിട്ട് കൊടുക്കുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ തിരിച്ചും ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ആ ഒരു ലൈംഗിക ബന്ധത്തിലുള്ള സന്തോഷത്തിന് അവസരം ഉണ്ടാകുന്നില്ല എങ്കിൽ, അതിന് പരസ്പരം നിങ്ങൾ വിധേയപ്പെടുകയോ സമ്മതിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ ആ ദുർനടപ്പിന് സാധ്യതയുണ്ട്. ദുർനടപ്പിന് വലിയ മറ്റൊരു പാപത്തിലേക്ക്, മറ്റൊരു പുരുഷനായിട്ടോ മറ്റൊരു സ്ത്രീ ആയിട്ടോ ആ ബന്ധത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്. ഗൗരവമായിട്ട് നിങ്ങൾ എന്നെ കേൾക്കണം. എൻ്റെ ഭാര്യ അങ്ങനെ പോകുന്ന, ആ പെണ്ണുങ്ങളുടെ പുറകെ പോവാണ്, ഈ പെണ്ണുങ്ങളുടെ പുറകെ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കണം അതിൻ്റെ കാരണം എന്താണ്. അതുപോലെ തന്നെ തിരിച്ചു, ഓക്കെ, എൻ്റെ ഭർത്താവ് അങ്ങനെയാണ്, എൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, അതിന് കാരണം എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തണം, മനസ്സിലാക്കണം. അതുകൊണ്ട് ദുർനടപ്പിന് സാധ്യത ഭയങ്കരമാണ് ഈ കാര്യത്തിലുള്ളത്. അതുകൊണ്ടാണ് ഈ കാര്യത്തിൽ എന്ത് വേണമെന്ന് പറയുന്നത്, ഒരു സമ്മതം, കീഴ്പ്പെടൽ, വിധേയത്വം, ഏൽപ്പിച്ചു കൊടുക്കൽ, പരസ്പരം ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടത്, പരസ്പരം ഈ കാര്യത്തിൽ
ഉണ്ടാകേണ്ടത്. അടുത്തൊരു വാക്യം കൂടി വായിക്കുക, 5-ാമത്തെ വാക്യം. പ്രാർത്ഥനയ്ക്ക് അവസരം ഉണ്ടാവുവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേർപെട്ടിരിക്കരുത്. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞാൽ എന്താ? അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കട്ടെ. അവിടെ എഴുതിയിരിക്കുന്നത് 5-ാമത്തെ വാക്യം. യെസ്, അതാണ് ലാക്ക് ഓഫ് സെൽഫ് കൺട്രോൾ. നിങ്ങളുടെ അജിതേന്ദ്രിയത്വം ഇതിനൊന്ന് കൺട്രോൾ ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് ഇച്ചിരി പ്രയാസം കൂടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. ഈ സെക്ഷൽ ഡിസയർ എന്ന് പറയുന്നത് ആ ഒരു സാധനം നമ്മുടെ ശരീരത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുകയാണ്. അതിന്റെ ഹോർമോണുകളും അതിന്റെ കെമിക്കലുകളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുകയാണ്. അത് പുരുഷനും സ്ത്രീക്കും ഉണ്ട്. അത് ഉണ്ടായി അതിന്റെ ആ നിറവിലേക്ക് എത്തുമ്പോൾ അതൊന്ന് റിലീസ് ചെയ്യാനായിട്ട് കൂടിയുള്ള ഒരു ദൈവികമായ ഒരു അനുവാദത്തിന്റെ സംവിധാനമാണ് ഒരു പുരുഷനും സ്ത്രീയും തമ്മിൽ വിവാഹിതരായി അങ്ങനെ കഴിയണം എന്നുള്ളത്. ഈ സെൽഫ് കൺട്രോളിങ്ങിന്റെ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങൾ ദുർനടപ്പിലേക്ക് വഴിതെറ്റി നിങ്ങളുടെ ശരീരം കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും ഉപയോഗിക്കാതെ, വേറെ എന്തെങ്കിലേക്ക് ഉപയോഗിക്കാതെ പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സാത്താൻ നിങ്ങളെ, അപ്പോൾ ഈ സമയത്ത് എന്തുണ്ടാകും? പിശാച് ആ സമയത്ത് അടുത്ത് വരും. നിങ്ങളുടെ ആഗ്രഹമൊക്കെ നിങ്ങൾ വായിച്ചെടുക്കാനായിട്ട് പിശാചിന് ഭയങ്കര കഴിവാണ്. നിങ്ങളുടെ ആ ഭാവവും എൻ്റെ ഭാവവും എൻ്റെ ഇരിപ്പും എൻ്റെ ഇതൊക്കെ കാണുമ്പോൾ പിശാച് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണ്ടല്ലോ. ഇങ്ങനെ ഇരിക്കണ അവൻ്റെ ഇരിപ്പ് കണ്ടിട്ട്, അവൻ്റെ ആ നോട്ടം കണ്ടിട്ട്, അവൻ്റെ ആ ഫേസ്ബുക്കിലെ ആ കോൺസെൻട്രേഷൻ കണ്ടിട്ട് അപ്പൊ പുള്ളി പതുക്കി വരും. ചെയ്യടാവേ, ഇപ്പൊ അതൊന്നും ചെയ്യാനോ കുഴപ്പമൊന്നും. ഇതൊക്കെ നേരത്തെ നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ലേ? കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഭോജ്യം വയറിനും വയറ് ഭോജ്യങ്ങൾക്കും. നീ പിന്നെ നിന്റെ വയറെന്തിനുള്ളതാ? വയറ് ഭക്ഷണം കഴിക്കാനുള്ളത്. ഭക്ഷണം എന്തിനുണ്ടാക്കി വെച്ചു? വയറിനുള്ളത്. ഇതൊക്കെ സ്വാഭാവികമാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഫിലോസഫിയൊക്കെ കയറ്റി വിട്ടിട്ട് ഓക്കെ. അപ്പൊ നമ്മൾ പരസ്പരമൊക്കെ മറന്ന്, കൽപ്പനയൊക്കെ മറന്ന് ജീവിതത്തിന്റെ തെറ്റായ വഴിയിലേക്ക് പോകാനായിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? അപ്പൊ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള സംയോജനത്തിൽ സാത്താൻ പോലും തോറ്റുപോവുകയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ, ജീവിക്കുമ്പോൾ, സന്തോഷത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരുമിച്ച് കിടക്കുമ്പോൾ സാത്താൻ കിടപ്പറയിൽ നിന്ന് മാറുന്നു. അവൻ തോറ്റുപോകുന്നു. അവിടെ ദൈവത്തിന്റെ വസന്തം പൂവിടുകയാണ്. ദൈവത്തിന്റെ ആ മനോഹാരിത വെളിപ്പെടുകയാണ്. ദൈവം വെച്ചിരിക്കുന്ന അത് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ അയ്യോ ഞാൻ പാപത്തിൽ ഏർപ്പെടുകയാണ്, ദൈവം ഇവിടുന്ന് പോയി, ദൈവം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം എവിടെ ഒളിച്ചിരിക്കുകയാണ്, അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ദൈവം അവിടെ സന്തോഷിക്കുകയാണ്. അപ്പൊ ശാരീരികമായിട്ടുള്ള ആ കടപ്പാടുകൾ, ബന്ധങ്ങൾ, സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾക്കത് ഉണ്ടോ? ഈ സെമിനാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പച്ചയ്ക്ക് പറയുകയാണ്. നിങ്ങൾ 2 കട്ടിലയിലാണോ കിടക്കുന്നത്, 2 മുറിയിലാണോ കിടക്കുന്നത്? നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്ര മാസങ്ങളായി, വർഷങ്ങളായി, ആഴ്ചകളായി? ഞാൻ വിവാഹം കഴിഞ്ഞവരോടാണ് ചോദിക്കുന്നത് കേട്ടല്ലോ. ഇല്ല എങ്കിൽ എനിക്ക് ഇപ്പോഴല്ലാതെ മറ്റൊരു സമയം നിങ്ങളോട് പറയാനില്ല. ഈ അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ, നിങ്ങൾ പിശാചിനാൽ പിടിക്കപ്പെടാതിരിക്കാൻ, നിങ്ങളുടെ ആത്മീയത നഷ്ടപ്പെടാതിരിക്കാൻ, നിങ്ങൾ ദൈവികമായിട്ടുള്ള പല കാര്യങ്ങളും നിന്നൊന്നും നിങ്ങൾ പോകാതിരിക്കാൻ നിങ്ങൾ ഈ കാര്യം ഗൗരവത്തോടെ എടുക്കണം. ഇനിയിപ്പോൾ എന്നാ പാസ്റ്റർ പറയണത്? പ്രായം 19-70 ആയി അല്ല, വേദപുസ്തകം പറയുന്നില്ല. ഈവൻ യു ക്യാൻ ഹാവ് സെക്സ് അറ്റ് 60. 60-ാം വയസ്സിലും നിങ്ങൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. അബ്രഹാം, സാറ, ഓക്കെ, അങ്ങനെയാണ് പല സന്ദർഭങ്ങളുണ്ട്. ഇസഹാക്ക് തന്റെ ഭാര്യയെ ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നത്, പുറത്ത് തടവിക്കൊണ്ടിരുന്നത്, അവളുമായിട്ട് റൊമാൻസിൽ ഏർപ്പെട്ടത് പ്രായാധിക്യത്തിലായിരുന്നു. നമ്മൾ വിചാരിക്കും ഈ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും കയ്യെ പിടിച്ച് നടക്കണ്ട, അടുത്തിരിക്കണ്ട, നെഞ്ചി കിടക്കണ്ട, ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കണ്ട എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ തെറ്റാണ്. നിങ്ങൾ വിവാഹ ജീവിതത്തിന്റെ ആരംഭകാലങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. നിങ്ങൾ മരിക്കുന്നത് വരെ. നമ്മുടെ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞതുപോലെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു.
പ്രത്യേകിച്ച് പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് മരിച്ച് ശവപ്പെട്ടി വെച്ച് ശവക്കുഴിയിലേക്ക് വെച്ച് 5 മിനിറ്റിന് ശേഷവും 5 മിനിറ്റോളവും അതുണ്ടാവുന്നതാണ്. ഇത് അതിശയോക്തിയായിട്ട് പറഞ്ഞു മനസ്സിലായോ? മനുഷ്യനെ കുഴിച്ചിട്ടാലും ഒരു പുരുഷനെ കുഴിച്ചിട്ട് 5 മിനിറ്റ് നേരത്തേക്ക് വരെ കൂടെ ആ ആഗ്രഹം ഉണ്ടാകുന്നു. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പുസ്തകം അത് പഠിപ്പിക്കുന്നു. ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും കടംപെട്ടിരിക്കുന്ന ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പരസ്പര ആരോഗ്യവും ശാരീരികാവസ്ഥകളും ഈ സമ്മതവും ഒക്കെ ആവശ്യമുണ്ട്. അല്ലാണ്ട് നിങ്ങളുടെ ഭാര്യയെ പോലും റേപ്പ് ചെയ്യരുത്, ഭർത്താവിനെ അങ്ങനെ റേപ്പ് ചെയ്യരുത്. സമ്മതത്തോടു കൂടി മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും, സമ്മതിച്ചു കൊടുക്കുക എന്ന് പറയുന്നതും സമ്മതം എന്താ പറയാ ചോദിക്കുക എന്ന് പറയും, സമ്മതിക്കുക എന്ന് പറയുന്നതും സമ്മതിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ? നമ്മള് ഒരു കൺസേൺ, ഒരു കൺസെന്റും വേണം, ഒരു കൺസേണും വേണം. മനസ്സിലായല്ലോ? നിങ്ങൾക്കൊരു കരുതലും വേണം, നിങ്ങൾക്കൊരു സമ്മതവും, നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൽ വേണം. അല്ലാണ്ട് എൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെയ്തേക്കാം എന്നുള്ളത് അത് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ ആക്കൊണ്ട് വരില്ല. നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങൾ ഇന്ന് സംതൃപ്തി ഉണ്ടാകണം, നിങ്ങൾക്കും സംതൃപ്തി ഉണ്ടാകും. ഇത് പലപ്പോഴും പുരുഷന്മാർക്ക് മാത്രമേ സംതൃപ്തിയുള്ളൂ. നിങ്ങളുടെ ഭാര്യയ്ക്ക് സംതൃപ്തി ഉണ്ടാകാറുണ്ടോ? അതും കൂടെ ആവശ്യമാണ്. ഓക്കെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതം സന്തോഷകരവും സംതൃപ്തവും ആനന്ദകരവും ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ വേദപുസ്തകം പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വേറെ എന്ത് കൗൺസിലിംഗ് നടത്തിയാലും, വേറെ എന്ത് കാര്യങ്ങൾ, നിങ്ങൾക്കറിയാമോ, ലോകത്തിലുള്ള പല കുടുംബജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെയും 80% കാരണം കുടുംബജീവിതത്തിലെ ലൈംഗികതയിലുള്ള പരാജയമാണ്. 80% കാരണം. പക്ഷെ പലപ്പോഴും ആ കാര്യം ആളുകൾ ഒരു കൗൺസിലറിനോട് പോലും തുറന്നു പറയില്ല. അവര് പറയുന്നത് നിസാരമായ വേറെ കാര്യങ്ങളാണ്. കേൾക്കുമ്പോൾ നമുക്ക് 2 പെട വെച്ച് കൊടുക്കാൻ തോന്നുന്ന കാര്യങ്ങളാണ് അത്. പക്ഷെ വസ്തുത മറ്റൊന്നാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ കാര്യം ചെയ്യുക. അത് പാപമല്ല. കിടപ്പറയിൽ പരസ്പര വിധേയത്വം, സമ്മതം, പ്രസാദിപ്പിക്കൽ, ഇവയെല്ലാം വേദപുസ്തകം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നു. അത് ഇനി ഇത് എപ്പോഴും ഇത് ചെയ്യാനുള്ള ആഗ്രഹമൊന്നും ഉണ്ടാകില്ല, അതുകൂടെ പറയുന്നുണ്ട്. എപ്പോഴും ഇത് ഉണ്ടാകില്ല. അതും ഈ വാക്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. ചെയ്യാനുള്ള ആഗ്രഹം, ലൈംഗിക സെക്സ് ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ടാകണമെന്നില്ല. അത് ഉണ്ടാകുമ്പോൾ ആ തൃഷ്ണ സംതൃപ്തമാക്കപ്പെടേണ്ടത് ആവശ്യമാണ്. അതിന് പങ്കാളി ഉണ്ടാകണം. അത് കുടുംബജീവിതത്തിൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ തന്നെ ആകണം എന്നുള്ളതാണ്. ഇനി മാനസികമായിട്ട് എങ്ങനെ പ്രസാദിപ്പിക്കണം? പിള്ളേരെ വിളിക്കാൻ കുഴപ്പമില്ല. ഞാൻ അത്രയും പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ഇനി അവരെ വിളിച്ചേരാണ്. അവരെ വിളിക്കാം. എന്തായിരിക്കും അപ്പ പറഞ്ഞുകൊണ്ടിരിക്കണേ, ഞാൻ കേൾക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടാകും. അപ്പൊ മാനസികമായിട്ട്, ശാരീരികം കഴിഞ്ഞു, ഇനി മാനസികമായിട്ട് എന്തുണ്ടാകണം? പരസ്പരം പ്രസാദിപ്പിക്കണം. എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട്, എൻ്റെ ഭർത്താവിന് ഇഷ്ടമുള്ളത് ചെയ്യാനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് തെറ്റൊന്നുമല്ല കേട്ടല്ലോ. ആ ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നത്, ഇഷ്ടമുള്ള വസ്ത്രം മേടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുന്നത്, അവൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നത്, ഭർത്താവിന് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുന്നത്, ഇത് തെറ്റായ കാര്യമല്ല. അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ വേദപുസ്തകം പറയുന്നത്. കാരണം എന്താ? കല്യാണം കഴിച്ചിരിക്കുന്നവരുടെ ആഗ്രഹം എന്താണ്? ഭാര്യ എങ്ങനെ പ്രസാദിപ്പിക്കണം, ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കണം എന്നുള്ളത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ മാനസികമായിട്ടുള്ള സന്തോഷങ്ങളും ഉല്ലാസങ്ങളും പരസ്പരം കൊടുക്കുവാനായിട്ട് യാത്രകൾ ചെയ്യണം, നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം, ഇഷ്ടമുള്ള വിനോദങ്ങളിൽ നിങ്ങൾ ഏർപ്പെടണം, ഇഷ്ടമുള്ള സമയങ്ങൾ, നിങ്ങൾ ഇഷ്ടമുള്ള ഇടത്ത്, നിങ്ങൾക്ക് സന്തോഷിക്കാവുന്ന ഇടങ്ങളിലൂടെ നിങ്ങൾ സമയം ചെലവഴിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാനസികമായ ഉല്ലാസം, റിലാക്സേഷൻ പരസ്പരം അത് ചെയ്യേണ്ടതും പോകേണ്ടതും ആവശ്യമാണ്. ഇനി ആത്മീയവും ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ പരസ്പരം കല്യാണം കഴിച്ചിരിക്കുന്നതിന് ഒരു ലക്ഷ്യം പിശാചിനെ തോൽപ്പിക്കുക എന്നുള്ളത് കൂടിയാണ്. ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്യണം? കിടപ്പറയിൽ നിന്ന്, വീട്ടിൽ നിന്ന് പിശാചിനെ ഓടിക്കണം. അതാണ് സാത്താൻ നിങ്ങളെ പരീക്ഷിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ വേർവിട്ടിരിക്കരുത്, അല്ലെ? നിങ്ങൾ വീണ്ടും ചേർന്നിരിക്കുക. നിങ്ങൾ ചേർന്നിരിക്കുമ്പോൾ പിശാചിന് നിങ്ങളുടെ മേലുള്ള സ്വാധീനം കുറയും. നിങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ, നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ കഴിയുമ്പോൾ, ഒരുമിച്ച് എല്ലാ കാര്യത്തിലാകുമ്പോൾ നിങ്ങളുടെ മേലുള്ള പിശാചിന്റെ സ്വാധീനങ്ങൾ കുറഞ്ഞു വരും. നിങ്ങളിലുള്ള പ്രലോഭനങ്ങൾ കുറഞ്ഞു വരും. നിങ്ങളെ പിന്നെ ചാക്കിനിട്ട് പിടിച്ച കിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് ഏകദേശം മനസ്സിലായിട്ട് നിങ്ങളിൽ നിന്ന് അവൻ അകലം പാലിച്ച് അവൻ സമയം കളയില്ല. വേറെ ആരെങ്കിലോടൊക്കെ
പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. വേറെ ആരെങ്കിലും ഒറ്റയ്ക്കിരിക്കണ്ടോ എന്നൊക്കെ നോക്കി അവൻ പൊക്കോളും. നിങ്ങൾ ഒരുമിച്ചിരിക്കൂ, പിശാച് നിങ്ങൾ ആത്മീയമായിട്ട് വളരും. അപ്പൊ കുടുംബജീവിതം ആത്മീയതയ്ക്ക് തടസ്സമല്ല. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ തടസ്സമല്ല. പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ പരസ്പരം കുടുംബജീവിതം ആയതുകൊണ്ട് പ്രാർത്ഥന വേണ്ടെന്ന് പറഞ്ഞു. ഇല്ല, പ്രാർത്ഥന എന്ന് നിങ്ങൾക്കുണ്ടാകണം. കുടുംബജീവിതം ആത്മീയതയ്ക്ക് തടസ്സമല്ല, സുവിശേഷ വേലയ്ക്ക് തടസ്സമല്ല. ആത്മീയ കാര്യത്തിലൂടെ കുടുംബജീവിതത്തിലൂടെ ഇവിടെ പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഒരു ഭർത്താവിന്റെ അല്ലെങ്കിൽ ഒരു ഭാര്യയുടെ ആത്മീയതയാൽ, ആത്മീയമായിട്ടുള്ള ചുവടുവെപ്പുകളാൽ, ഭർത്താവിന്റെ ആത്മീയതയാൽ ഭാര്യയും, ഭാര്യയുടെ ആത്മീയതയാൽ ഭർത്താവും രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. വിശുദ്ധീകരിക്കപ്പെടുന്നു, ദൈവം കടാക്ഷിക്കുന്നു, ദൈവം സഹായിക്കുന്നു, ദൈവം ശുദ്ധീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കാണുന്നില്ലേ? അപ്പൊ ഇതൊക്കെ കുടുംബജീവിതത്തിന്റെ മനോഹാരിതയെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോ വിവാഹവും കുടുംബജീവിതവും ഒക്കെ ദൈവം ഈ ലോകത്തിൽ അനുവദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ആത്മീയതയെ ഇത് തടസ്സപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത് കൊണ്ട് ആത്മീയരല്ലാതെയായി നാം പോകുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കുക. എന്നാൽ ഒരിക്കലും ഈ കുടുംബജീവിതം ഇവിടെയുള്ളൂ കേട്ടോ. ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇവിടെ വരെയുള്ളൂ, ഇവിടെ കൊണ്ട് തീരും. പക്ഷെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അത് പിരിയാ ബന്ധമാണ്, നിത്യബന്ധമാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. ഒരു മനുഷ്യന്റെ ബന്ധം, അവന്റെ ബന്ധം അവന് ഭൂമിയിലുണ്ട്, അവന് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമുണ്ട്. ഭൂമിയിൽ അവന്റെ ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ബന്ധം ഇവിടെ കൊണ്ട് തീരുമ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അവന് പിന്നെയും തുടരും. ആ ബന്ധത്തെ ചിന്തിക്കുക എന്നുള്ളതിന്റെ ആശയം കൂടി ഇവിടെ കാണുന്നുണ്ട്. അത് പിന്നീട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു, നമുക്ക് ആരാധന അവസാനിപ്പിക്കേണ്ട സമയമാണെങ്കിലും ഈ ഒരു ആശയം പറഞ്ഞു തീർക്കാതെ ഞാൻ പോയാൽ ശരിയാകില്ല. അതുകൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞു തീർക്കട്ടെ. വിവാഹമോചനം. വിവാഹമോചനത്തെ കുറിച്ച് വേദപുസ്തകം അടിവരയിട്ട് പ്രഖ്യാപിക്കുന്ന തത്വം എന്താണ്, പഠിപ്പിക്കൽ എന്താണ്? വിവാഹമോചനം പാടില്ല എന്ന് തന്നെയാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. പിരിയരുത്. പക്ഷെ എന്ന് വിചാരിച്ച് വിവാഹമോചനം പാടില്ല എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. വിവാഹിതരായവർ ഒരിക്കലും പിരിയാൻ പാടില്ല എന്നുള്ളത് ദൈവം നിഷ്കർഷിച്ചിരിക്കുന്ന, ദൈവം പറഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്, ഒരു കൽപ്പനയാണ്. എന്ന് വിചാരിച്ച് വിവാഹമോചനത്തെ വേദപുസ്തകം എതിർക്കുന്നില്ല. 3 കാരണങ്ങളാണ് എൻ്റെ അന്വേഷണത്തിൽ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. 2 കാരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകണമെങ്കിൽ ഞാനത് പറയുകയാണ്. വിവാഹമോചനത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല വേദപുസ്തകം. പക്ഷെ വിവാഹമോചനമാകാം. ഏത് സാഹചര്യത്തിൽ? ഒന്നാമത്തെ സാഹചര്യം കുടുംബജീവിതത്തിലെ അവിശ്വസ്തത. ഒരു ഭാര്യ, ഒരു ഭർത്താവ് കുടുംബജീവിതത്തിൽ അവിശ്വസ്തയായിട്ട് തുടരുന്നു, പരപുരുഷ പരസ്ത്രീ ബന്ധത്തിൽ തുടരുന്ന ഒരു സാഹചര്യം നിങ്ങൾ കാണുകയോ മനസ്സിലാക്കുകയോ ചെയ്താൽ അതിന്റെ വെളിച്ചത്തിൽ എന്ത് ചെയ്യാം? വിവാഹമോചനത്തിന് സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അത് അനുവദനീയമായിട്ട് വേദപുസ്തകത്തിൽ കാണുന്നു. രണ്ടാമത് എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ, ഈ അധ്യായത്തിൽ കാണുന്ന ഒരു കാര്യമാണ്, വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് യോജിച്ചു പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഒരാൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരാൾക്ക് ശരിയായ ഉപദേശമുണ്ട്, മറ്റൊരാൾക്ക് ശരിയല്ലാത്തതായ ഒരു ഉപദേശ രീതിയുണ്ട്. ഇതിൽ രണ്ടിലും നിങ്ങൾക്ക് അവിടെ യോജിച്ച് ഒരുമപ്പെട്ട് പോകാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് വിവാഹമോചിതരാകാം. പക്ഷെ എങ്കിലും അവിടെ പറയുന്നുണ്ട്, നിങ്ങൾ അങ്ങനെയാണെങ്കിൽ പോലും, ഒരാൾ ഹിന്ദുവാണ്, ഒരാൾ വിശ്വാസിയാണ്. അപ്പൊ രണ്ടുപേരും ചിന്തിക്കുകയാണ്, നമ്മളുടെ കുടുംബജീവിതത്തിൽ ബാധിക്കേണ്ട കാര്യമില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ തന്നെയാണ് ഈ പുസ്തകം പറയുന്നത്. ഞാൻ വായിച്ചു കേൾപ്പിക്കണോ? സമയമില്ലാത്തതുകൊണ്ട് അതുണ്ട്, മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളുടെ കുടുംബജീവിതത്തെ ആത്മീയതയും ഭയങ്കരമായിട്ട് ബാധിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ഇത് വിവാഹം കഴിച്ചവരോടാണ്. എന്നാൽ പാസ്റ്ററെ അതിന്റെ ക്ലോസ് വെച്ചിട്ട് എനിക്ക് അവിശ്വാസിനെ കല്യാണം കഴിക്കാൻ പാടില്ല, അത് ഓൾറെഡി ക്ലോസ് ഉണ്ട്. കർത്താവ് എല്ലാം പഴുത് അടച്ചിട്ടാ വെച്ചേക്കണേ. കല്യാണം കഴിക്കാൻ പോകുന്നവരോടാ പറയുന്നത്. ഇതിപ്പോ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ സ്മിതയും കല്യാണം കഴിച്ചതിന് ശേഷമാണ് വിശ്വാസത്തിലേക്ക് വന്നത്. ഓക്കെ, സ്മിത വിശ്വാസത്തിലേക്ക് വന്നു, ഞാൻ വിശ്വാസത്തിലേക്ക് വന്നില്ല എന്ന് കരുതുക. അങ്ങനത്തെ സാഹചര്യത്തിലാണ് ഈ കാര്യം പറയുന്നത്. സ്മിതയ്ക്ക് വിശ്വാസത്തിൽ തുടരുന്നു, ഞാൻ ആ വിശ്വാസത്തിൽ തുടരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സ്മിതനെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല, സ്മിതയ്ക്ക് എന്നെ ഉപേക്ഷിക്കാൻ താല്പര്യമില്ല. പക്ഷെ ഞാൻ എൻ്റെ വിശ്വാസത്തിലും സ്മിതയുടെ വിശ്വാസത്തിലും പോകാൻ താല്പര്യമുണ്ടെങ്കിൽ പോകാം എന്ന് തന്നെയാണ് വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ആത്മീയത ഇവിടെ തടസ്സമാകുന്നില്ല, കുടുംബജീവിതം ഇവിടെ തടസ്സമാകുന്നില്ല എന്ന് പറയുന്നത്. ഇനി ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, സ്മിതയും കല്യാണം കഴിച്ചിട്ടില്ല. സ്മിത കല്യാണം കഴിച്ചു, ഞാൻ വിശ്വാസിയല്ല, സ്മിതയ്ക്ക് എന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. എന്തില്ല? വ്യവസ്ഥയില്ല.
ഇഷ്ടപ്പെടാൻ പാടില്ല, അത്രേ ഉള്ളൂ നിർബന്ധം. കാരണം അതാണ് പ്രഥമ ഘടന. പ്രഥമ പരിഗണന എന്താണ്? വിശ്വാസിയായിട്ട് മാത്രമേ ആകാവുള്ളൂ. പക്ഷെ സ്മിതയ്ക്ക് ഇഷ്ടമുള്ള ആളുമായിട്ട് കല്യാണം കഴിക്കാം. പക്ഷെ ആ ഇഷ്ടത്തിൽ എന്തുണ്ടാകണം? വിശ്വാസം എന്ന് പറയുന്ന ഘടകം ഉണ്ടായിരിക്കണം. കേട്ടോ സെഞ്ചു? കേട്ടോ ബ്ലസ്സി? ഞാൻ നിങ്ങളുടെ പേരെടുത്തിന്. കേട്ടോ ആഷിഖ്? നീ ആരെങ്കിലും ഉണ്ടോ? കേട്ടോ അനു? ഞാൻ ഇങ്ങനെ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൺകുട്ടിയായിട്ട് ആൺകുട്ടിയായിട്ട് കല്യാണം കഴിക്കാം. പക്ഷേ പ്രഥമ പരിഗണന എന്തായിരിക്കണം? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവസഭയിലെ അംഗമായിരിക്കണം എന്നുള്ളത് മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളത് അറിയുക. അപ്പോ വിശ്വാസ സംബന്ധമായിട്ട് ഒന്നിച്ചു പോകാനായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വിവാഹമോചനം ആകാം. ഇനി മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ്, അത് പഴയ നിയമ പ്രിൻസിപ്പിളോട് കൂടി കർത്താവ് പറയുന്ന കാര്യമാണ്. ഏത് കാരണം ജോലിയും ഭാര്യ വിവാഹമോചനം ചെയ്യാമോ? അങ്ങനെ ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മോശ അനുവദിച്ചു കൊടുത്തു. അപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഹൃദയകാഠിന്യം നിമിത്തം. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ, ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് ഒരു നിവൃത്തിയും ഇല്ല എങ്കിൽ എന്താകാം? നിങ്ങൾക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യമേ പറ്റുന്നില്ല. നിങ്ങൾ തമ്മിൽ ഒരിക്കലും മുന്നോട്ട് പോകുകയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പിരിയാം. ഓക്കെ, ഇനി പിരിഞ്ഞുവെങ്കിലോ? അതാണ് അടുത്ത വ്യവസ്ഥ. ഓക്കെ, അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് ആ വിവാഹമോചനവും വിവാഹമോചിതരുടെ വിവാഹവും തമ്മിൽ ഇതൊരു തർക്ക വിഷയമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അംഗീകരിക്കും. പക്ഷെ വിവാഹമോചിതർ വിവാഹം കഴിക്കാൻ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ പല വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ ഞാൻ അടുത്ത ആഴ്ചയിൽ പറയാം. അതിനുവേണ്ടി കാത്തിരിക്കുക. അത് കേൾക്കാനായിട്ട് അടുത്ത സൺഡേയിൽ നിങ്ങൾ വരിക. അതാണ് നിങ്ങളെ സസ്പെൻസിൽ നിർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കേട്ട കാര്യങ്ങൾ ഒന്നും കൂടി പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യാം. വിവാഹ ജീവിതവും ആത്മീയതയും, വിവാഹം ആരൊക്കെ തമ്മിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ, പുരുഷനും സ്ത്രീയും തമ്മിലാകണം, ഇഷ്ടമുള്ള വ്യക്തിയാകാം, പക്ഷെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ തമ്മിൽ ആയിട്ട് മാത്രമേ പാടുള്ളൂ. അതുപോലെ ഞാൻ ഇനി ഒത്തിരി ആവർത്തിക്കുന്നില്ല. വിവാഹ ജീവിതത്തിൽ ഒരാൾ സ്വയം സ്വീകരിക്കേണ്ട മാനസികാവസ്ഥകളെ കുറിച്ച് അറിയുക. ഈ ജീവിതത്തിൽ സുഖമുണ്ട്, സന്തോഷമുണ്ട്, കയ്പുണ്ട്, വേദനയുണ്ട്, വഴക്കുണ്ട്, ആശയവ്യത്യാസങ്ങളുണ്ട്. ഇത് ഞാൻ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്, അധികാരത്തിലേക്ക് പ്രവേശിക്കുകയാണ്, ഞാൻ മറ്റൊരാളുടെ വകയായിട്ട് മാറുകയാണ്, ഇതൊരു ദീർഘകാല ബന്ധമാണ്. ഇതൊക്കെ നമ്മൾ പരസ്പരം മനസ്സിലാക്കുക. പരസ്പരം സമ്മതം കൊടുക്കലും സമ്മതം ചോദിക്കലും ഇവിടെ കുടുംബജീവിതത്തിലെ പല കാര്യങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. വിവാഹ ജീവിതത്തിലെ കടപ്പാടുകൾ അത് ശാരീരികമായിട്ടുള്ളതുണ്ട്, മാനസികമായിട്ടുള്ളതുണ്ട്, ആത്മീയമായിട്ടുള്ള കടപ്പാടുകളുണ്ട്. വിവാഹമോചനം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നില്ല. വിവാഹമോചനം നിങ്ങൾക്ക് അനുവദനീയമാണ് എന്നും കൂടി വേദപുസ്തകം പറയുന്നു. അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നും കൂടി നമുക്ക് കേൾക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് തുടക്കത്തിൽ പറയുകയുണ്ടായി. ഇനി നിങ്ങൾ എന്നെ കേൾക്കണം, ഞാൻ കർത്താവിന്റെ മേശയിലേക്ക് വരികയാണ്. കുടുംബജീവിതം എന്ന് പറയുന്നത് ഈ ലോകത്തിൽ താൽക്കാലിക സംവിധാനം. താൽക്കാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ നമ്മൾ ദൈവം അനുവദിക്കുന്ന കാലത്തോളം, ഭാര്യ ഭർത്തൃ ബന്ധം ഉള്ള കാലത്തോളം ഉള്ള ഒരു ബന്ധം മാത്രമാണ്. എന്നാൽ നമ്മൾ പറയാറില്ലേ, നമ്മൾ പാടാറില്ലേ, മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രിയമാണീത് യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മകൾ സ്നേഹപ്രിയമാണീത് യുഗകാലം വരെയും. പിരിയാബന്ധമാണീത് യുഗകാലം വരെയും. മകൾ സ്നേഹം പരലോക പിതാവുതൻ മകനെ മരിപ്പതിനാൻ കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ പോലും അറിയാത്ത മകൾ സ്നേഹപ്രഭയാൽ നമ്മെ സ്നേഹിച്ച
ആ നിത്യസ്നേഹം അതൊരു പ്രിയാബന്ധമാണ്. അതാണ് കർത്താവ് നമ്മളെ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള നമ്മുടെ ഭാര്യ ഭർത്തൃ ബന്ധവും ജീവിതമൊക്കെ ഇവിടെ കൊണ്ട് അവസാനിക്കുമ്പോൾ നമ്മളൊരു നിത്യബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അത് മരണം കൊണ്ട് അവസാനിക്കുകയാണ്. അത് നിത്യബന്ധമാണ്. ആ നിത്യബന്ധത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ ഒരിക്കലും കർത്താവ് സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചിട്ടില്ല. നിങ്ങളെ സ്നേഹിക്കുവാനും കഴിയുന്നതാണോ എന്ന് സംശയമാണ്. കൽപ്പന എങ്ങനെയാണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ നിങ്ങൾ സ്നേഹിക്കണം. പക്ഷെ അങ്ങനെ ഒരു ബന്ധം ഈ ഭൂമിയിൽ, അങ്ങനൊരു സ്നേഹം എത്രത്തോളം സാധ്യമാണ് എന്ന് നമുക്കറിയില്ല. അതിനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നെ അങ്ങനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ഞാൻ നിന്നെ സ്നേഹം എന്താണെന്ന് കാണിച്ചു തന്നിരിക്കുന്നു എന്നാണ് നമ്മളോട് കാണിച്ചു തന്നത്. കാൽവരി ക്രൂശിൽ തന്റെ ശരീരം നമുക്ക് വേണ്ടി യാഗമായി തന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കുഞ്ഞേ എന്ന്